ഒന്ന് രണ്ട് വാക്യം ഒന്ന് ചിന്തിച്ചിട്ട് ഒരു വെളിപ്പാടുടെ എൻ്റെ അകത്ത് വന്ന് കിടപ്പുണ്ട്. അതുകൂടി ചിന്തിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് പിരിയാം. 3-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ ഒന്ന് വായിച്ച് നിങ്ങൾ ആ വാക്യം വായിച്ചിട്ട് ഒരു വരയും ഒരു കുത്തും കണ്ടായിരുന്നു. നോക്കി, 3-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ വായിച്ചിട്ട് ആമേ ഒരു വരയും ഒരു കുത്തും കണ്ടായിരുന്നു. അതെന്താണ് ആ സിംബലിന്റെ അർത്ഥം? പറഞ്ഞേ. ആ സിംബലിന്റെ അർത്ഥം ആശ്ചര്യചിഹ്നമാണ്. എക്സ്ക്ലമേറ്ററി ആശ്ചര്യചിഹ്നം. ഈ ആശ്ചര്യചിഹ്നം ഇടുമ്പോൾ ആ പദം അല്ലെങ്കിൽ ആശ്ചര്യചിഹ്നം ഇവിടെ വന്നിരിക്കുന്നത് ഒരു പ്രശ്നമല്ല, ഒന്നിലധികം പ്രശ്നം. തിരിച്ചങ്ങോട്ട് ദ്രോഹം ചെയ്തിട്ട് വന്ന പ്രശ്നമല്ല, ഞാൻ ദ്രോഹം ചെയ്യാത്ത പ്രശ്നമാണ്. ഞാൻ എന്താ തെറ്റ് ചെയ്തത്? ഞാൻ എന്താ അവർക്ക് ദോഷം ചെയ്തത്? ഞാൻ ദോഷമോ തെറ്റോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് എന്ത് വരികയാണ്? വൈരികൾ വരികയാണ്. എന്തെങ്കിലും കാരണമുണ്ടോ നോക്കിയപ്പോൾ എനിക്കറിയത്തില്ല. കാരണം തികഞ്ഞന്വേഷിച്ചു, പക്ഷേ മനസ്സിലാകുന്നില്ല. അത്രമാത്രം വൈരികൾ, പ്രതികൂലങ്ങൾ ഇങ്ങനെ പൊങ്ങി പൊഞ്ചു നിൽക്കുന്നു. ആ സങ്കീർത്തനം എഴുതുമ്പോൾ തന്നെ, ദൂത് എഴുതുമ്പോൾ തന്നെ അവരാഴ്ച ചിഹ്നം കൂടി പരിശുദ്ധാവിട്ടു. ഇന്ന് ഈ ദൂത്, ഈ സങ്കീർത്തനം ദാവീദാണ് സങ്കീർത്തനം എഴുതിയത്. ഞാൻ ഇതിന്റെ വെളിപ്പാട് ഇന്ന് ശുശ്രൂഷിക്കാൻ പോവുകയാണ്. എത്ര പെരുകുന്ന വാക്കിനകത്ത് വെച്ചിട്ട് നിങ്ങൾ അതിന്റെ എത്ര അനുഗ്രഹം കൊണ്ട് നേടാം. സ്വത ഇനി ശത്രുക്ക് എത്ര കൗണ്ട് ചെയ്യണം. ഇനി ശത്രുക്ക് എത്ര നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ശത്രുക്ക് എത്ര ഉണ്ടെന്ന് നമുക്ക് എണ്ണാൻ പറ്റില്ലെങ്കിൽ വരുന്ന അവകാശം എത്ര എണ്ണത് ഏകദേശം എണ്ണാൻ പറ്റും. ആ അവകാശം നിങ്ങൾക്ക് എണ്ണാൻ പറ്റുമ്പോൾ എത്ര ശത്രു ഉണ്ടെന്നും മനസ്സിലാകും. മനസ്സിലാകുന്നുണ്ടല്ലോ? മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ എത്ര എന്ന വാക്ക് പറഞ്ഞിട്ട് ഒരു വലിയ വര, ശത്രു എന്ന വാക്കിനകത്ത് എത്ര എന്ന് പറഞ്ഞിട്ട് ഒരു വരയിരിക്കുന്ന പോലെ തന്നെ അനുഗ്രഹം പ്രാപിച്ച ശേഷവും എത്ര എന്ന് പറഞ്ഞിട്ട് ഒരു വര കൂടി ഇടാൻ പറ്റും. അത് ആത്മാവിൽ കണ്ടുകൊണ്ട് സ്തോത്രം പറയാമോ? മനസ്സിലാകുന്നുണ്ടോ? ഇനി അടുത്ത വാക്യം വായിച്ചാൽ, അടുത്ത വാക്യം വായിച്ചാൽ, അടുത്ത വാക്യം, അടുത്ത വാക്യം. അനേകർ, എന്നോട് എതിർക്കുന്നവർ അനേകർ, അൺകൗണ്ടബിൾ. എന്നോട് എതിർക്കുന്നവർ അനേകർ. അബ്രഹാമിന് പറഞ്ഞു എണ്ണാൻ പറ്റൂ? ഇമ്പോസിബിൾ. വീണ്ടും ചോദിച്ചു എണ്ണാൻ പറ്റുമോ? ഇല്ല. ആകാശത്ത് നോക്കി എണ്ണാൻ ചോദിച്ചു, അൺകൗണ്ടബിൾ, എണ്ണാൻ പറ്റില്ല, ഇമ്പോസിബിൾ. മകനെ നോക്കിയിട്ട് പറഞ്ഞു എണ്ണാൻ പറ്റുമോ? നോ, ഇമ്പോസിബിൾ, നടക്കത്തില്ല. അപ്പോൾ നിങ്ങൾ ആ വാക്ക് വെച്ച് നോക്കി എന്താണ്? എത്ര പെരുകി, എത്ര എതിർപ്പുകൾ വന്നു. ഞാൻ എനിക്ക് പോലും അറിയാത്ത പ്രശ്നങ്ങൾ വന്നു. പരിശുദ്ധാത്മാ പറഞ്ഞു അത് ഫസ്റ്റിൽ വന്നത് നന്നായി. അപ്പൊ ഞാൻ ഈ ദിവസത്തെ ദൈവത്തിന്റെ പേരിൽ വളരെ ആഴമായിട്ട് ധ്യാനിക്കുമ്പോൾ ഈ ദാവീദിനെ ശൗൽ കുന്തം കൊണ്ടതും കുത്താൻ തക്കവണ്ണം എറിഞ്ഞു. എറിഞ്ഞപ്പോൾ ദാവീദ് എറിഞ്ഞതും ഒഴിഞ്ഞു മാറിയപ്പോൾ ആ കുന്തം പോയിട്ട് അടുത്ത ചുമലിൽ പോയി തറച്ചു. എത്ര തറപ്പിന്റെ എണ്ണമുണ്ടെന്ന് അവിടെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാനത് സ്ഥാപിക്കുന്നില്ലെങ്കിൽ തന്നെ ചിന്തിക്കുന്ന വാക്കിലാകുന്നു. എനിക്ക് ഒരു 40 പ്രാവശ്യമെങ്കിലും അതിനകത്ത് എന്ത് കാണാൻ സാധ്യതയുണ്ട്? പറഞ്ഞേ, പറയാച്ച യുദ്ധത്തിന് കുറഞ്ഞ 40 പാടവിടെ കാണാൻ സാധ്യതയുണ്ട്. ഞാനത് കണക്ക് പറയണേ, 40 പാടുണ്ടെന്ന് ചിന്തിക്കാം. ഞാനത് സ്ഥാപിക്കുന്നതല്ല, പക്ഷെ എന്റെ ആത്മാവ് എന്റെ ഹൃദയത്തിന് വന്ന വാക്ക് 40 പാടുണ്ട്. ഈ 40 പാട് ഇസ്രായേലിന്റെ ന്യായാധിപന്മാര് അല്ല, ഇസ്രായേലിന്റെ ജനത്തെ ന്യായവിധിപ്പാതാക്കവാണോ റോമിലെ ന്യായാധിപന്മാർ എത്തിരിക്കുന്നത് 40 അടിയാണ്. എത്രയാണ്? മുതൽ പറഞ്ഞേ 40 അടി. അപ്പൊ ഞാൻ ചോദിക്കുന്നത് എത്ര മുറിവുണ്ട്?
എത്ര ചുമരത്ത് എത്ര പാടുണ്ട്? 40 പാട്. ഈ 40 പാടും എന്ത് വിളിച്ചറിയിക്കുന്നു? 40 മുഴുവൻ നിഴലാണെങ്കിൽ, ഞാൻ പറയുക സ്ഥാപിക്കുന്നില്ല, എന്റെ പ്രസംഗത്തിൽ ഞാൻ പറയുന്ന വാക്കാണ്, നിഴലാണെങ്കിൽ ആ ഓരോ കുന്തത്തിനകത്തും ഓരോ വാഗ്ദത്തങ്ങൾ ദൈവത്തെ അടക്കി വെച്ചിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട്? ഓരോ കുന്തത്തിന്റെ മുനയ്ക്കകത്തും ഓരോ വാഗ്ദത്തങ്ങൾ അടക്കി വെച്ചിട്ടുണ്ട്. ഈ വാഗ്ദത്തങ്ങൾ അടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ദാവീദിനോട് പരിശുദ്ധാത്മ പരമാത്മാണ്, ഒന്ന് വെയിറ്റ് ചെയ്യാമോ? വെയിറ്റ് ചെയ്യാം. നീ ഇപ്പോൾ നീ പറഞ്ഞല്ലോ എത്ര പെരുകിയെന്ന്, എത്ര പെരുകിയെന്ന് പറഞ്ഞല്ലോ. എന്നോട് എതിർക്കുന്നവർ അനേകം നീ പറഞ്ഞല്ലോ. വെയിറ്റ്. ഒരു കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ, ഒരു കുറച്ച് നാളുകൾ കഴിയുമ്പോൾ നീ പോയിട്ട് ആ കുന്തം ചാണ്ടി പാട് വന്നത് പോയി എന്ത് ചെയ്യണം? എണ്ണണം. എന്ത് ചെയ്യണം? ഉറക്കെ പറയാം. എണ്ണണം. എന്നിട്ട് നിനക്ക് ഇപ്പൊ വന്നിരിക്കുന്ന അവകാശത്തിന് എത്ര എണ്ണം? പറയാമോ? അതുകൊണ്ട് ലേറ്റ് ആയെന്നോ, അധികം മുറി വന്നെന്നോ, ഒത്തിരി എതിരാളികൾ എന്നെ ഫോളോ ചെയ്തു വന്നോ, ഞാൻ ആകപ്പാടെ വൈക്ലഭ്യത്തിലാണ്, അസ്വസ്ഥനാണെന്ന് പറയുവാനോ നമ്മുടെ നാവ് ചലിക്കാൻ വരട്ടെ. ഈ നൂറ് കേട്ട ശേഷം നമുക്ക് തിരുത്താം. അവർ 40 പാടുണ്ട്. ഇസ്രായേൽ അല്ലെങ്കിൽ യേശു ക്രിസ്തു അടിപ്പാല് 40 പ്രാവശ്യം ചാട്ടർ അടിപ്പാലൊക്കെ വിധിച്ചു. അങ്ങനെ 40 പാടുകൾ കിടപ്പുണ്ട്. ഈ 40 പാട് കിടക്കുമ്പോൾ ദാവീദ് പറഞ്ഞു, ഒന്ന് വെയിറ്റ് ചെയ്യും. ഈ 40 പാടിനെയും നീ പിന്നെ എണ്ണണം. എണ്ണുമ്പോൾ നീ അനുഭവിക്കേണ്ട ഓരോ കുന്തമുറയ്ക്കകത്തും ഓരോ വാഗ്ദത്തങ്ങൾ അടങ്ങി വെച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ ഒരു പ്രവൃത്തി ശബ്ദം കൂടി എനിക്ക് പറയാൻ നിയോഗം വരികയാണ്. നമ്മെ കുറിച്ച് മുന്നേൽപ്പിച്ചവർ, നമ്മൾ ദൂരം സംസാരിച്ചവർ, നമ്മൾ പരാജയം കാണുന്നതൊക്കെ പരാമതി ശ്രമിച്ചവർ, അവരെ മുമ്പാകെ സ്വർഗത്തിൽ ആത്മാവ് എത്തുവാൻ കഴിയാത്ത അസാധ്യമായ അവകാശം കൊണ്ട് ദൈവാത്മാവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. അവരെ കരതട്ടി പറയാൻ പറ്റിയോ? അവരെ ഞാൻ ചിന്തിക്കുന്നതിനായിട്ട് അപൂർവമായ അവകാശങ്ങൾ എന്റെ ദൈവം എനിക്ക് വേണ്ടി അതിരഹസ്യമായി അവരെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അവിടെ ആ വാക്ക് പറയുമ്പോൾ ഇനി അവിടെ ചോദ്യമുണ്ട്. 2ാമത്തെ വാക്യം, അവന് ദൈവത്തിങ്കൽ നിന്ന് അവരങ്ങ് എന്ത് ചെയ്തു? സ്ഥാപിച്ചു. എന്ത് ചെയ്തു? സ്ഥാപിച്ചു. കുഞ്ഞെ, നിനക്ക് എന്തില്ല? ഒരു രക്ഷയില്ല, രക്ഷപ്പെടാൻ ഒരു ചാൻസും ഇല്ല. എല്ലാ വാതിലും നിനക്കായി അടഞ്ഞു, നീ രക്ഷപ്പെടത്തില്ല. അവ ചോദ്യം, അവൻ ഇത്ര അന്യ ഭാഷ പറഞ്ഞത്, ഇത്രയും ഉപവസിച്ചത്, ഇത്രയും പ്രസംഗിച്ചത്, ഇത്രയും ആരാധിച്ചത്, ഇത്രയും ആലയത്തിന് കൊടുത്തത്, ദൈവരാജ്യത്തിന് വേണ്ടി പണിയപ്പെട്ടത്, എന്റെ ജീവിതം ഏൽപ്പിക്കപ്പെട്ടത് എവിടെ പോയി? തമ്പുരാൻ അപ്പോഴും പറയുന്നു, മനുഷ്യന്റെ വിധിക്കെണ്ണത്തിൽ നീ അണയരുത്. നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വരുന്നുണ്ട്. ആ വാതിൽ തുറക്കുമ്പോൾ അന്ന് നീ പറയണം, അവൻ രക്ഷയില്ല എന്ന് പറഞ്ഞവരുടെ മുമ്പാകെ രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്ന് നീ തിരിച്ചു വന്ന് കാണിച്ചു കൊടുക്കത്തക്കവണ്ണം ഒരാളെയാളത്തോടെ മറുപടികൾ പരിശുദ്ധാത്മ നൽകുകയാണ്. കരവടിച്ചു പറഞ്ഞാട്ടെ, അവൻ നീ തിരിച്ചു വന്നാൽ നീ അവകാശം തിരിച്ചു വരുമ്പോൾ അവൻ നീ ഏറ്റ കുടുംബത്തിന്റെ ഭാരം, അവൻ നിന്റെ രക്ഷയില്ല എന്ന് അവൻ നാട്ടുകാർ വീട്ടുകാർ എല്ലാവരും പറയുക. അവരെ മുമ്പ് നീ പറയണം, അവൻ ഞാൻ രക്ഷപ്പെട്ടോ. കഴിഞ്ഞ വർഷം നമ്മുടെ ഒരു സഹോദരന്റെ സ്ഥാപനം ഞങ്ങൾ ഞായറാഴ്ച പറഞ്ഞു പ്രാർത്ഥിച്ച് കൊടുക്കാൻ കർത്താവ് എന്നെ അനുവദിച്ചു. അവിടെ പറഞ്ഞപ്പോൾ എനിക്ക് അവൻ്റെ ഒരു വർഷത്തെ പഴക്കമുള്ള കഷ്ടപ്പാടറിയാം. അവർ ഞങ്ങളെ ഞാൻ എന്ത് ചെയ്തു? ഒരു ഫോർച്യൂൺ എടുത്തു. ഞാനൊരു 10 സെന്റ് വസ്തു വീടും മേടിച്ചു. ഞാൻ ചർച്ചിന്റെ അപ്പുറത്ത് വെക്കുന്ന ഈ വസ്തു മുഴുവൻ ഞാൻ മേടിച്ചു. താൻ അത് പറയുമ്പോൾ തന്റെ മുഖത്ത് പ്രകാശം. 75 ലക്ഷം രൂപ തന്റെ അപ്പനും തന്റെ കുടുംബത്തിന് കടം കൊണ്ട് മൂടിക്കിടന്നപ്പോൾ അവൻ പഴയ ചർച്ചിന് വേണ്ടി അവൻ ദൈവം ഒരു സംഖ്യ ഞാൻ പറയുന്നില്ല പരസ്യമായിട്ട്, കാര്യം ഇതിനകത്ത് റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഒരു നല്ലൊരു എമൗണ്ട് എന്ത് ചെയ്തു? സഭയുടെ ആവശ്യത്തിന് ഇവിടുത്തെ അല്ല, പഴയ സഭയ്ക്ക് വേണ്ടി തന്നു.
ഞാൻ പറഞ്ഞ അത് വേണ്ട, കഷ്ടമാറട്ടെ. ഇല്ല പാസ്റ്റേ, സഭയുടെ കാര്യം ആദ്യം നടക്കട്ടെ. ഇപ്പോൾ പറയുന്നു മിച്ചമുണ്ടെന്ന്. 75 ലക്ഷം രൂപ കടം കിടന്നപ്പോൾ ആ 75 ലക്ഷം രൂപയുടെ മുമ്പ് നിന്നുകൊണ്ടാണ് ആ പിതാവ് എനിക്ക് അത്രയും നന്മ ആ രീതിയിൽ ആവശ്യം വഴിയാക്കിയത്. പക്ഷെ ദൈവം നീതിയായിട്ട് കണക്കിട്ടപ്പോൾ ആ തലമുറ വാങ്ങിച്ചു. ഇളയ മോക്ക് വേണ്ടി പാസ്റ്റർ പ്രാർത്ഥിച്ചല്ലോ. ആ കുഞ്ഞ് കുറേശ്ശേക്ക് പോരാൻ പിസ പ്രിന്റ് ചെയ്യുന്നു പാസ്റ്റർ. അടുത്ത മാസങ്ങളിലോ അവൻ മരുമകനും അവൻ ചേർന്ന് അവൻ കുറേശ്ശേക്ക് പോവുകയാണ്. ഞാൻ കൂടി സന്തോഷിக்க വഴിയാക്കി എന്ന് പറഞ്ഞാൽ അവൻ രക്ഷയില്ല, അവൻ ജീവിതം പാഴായി പോയി, അവന്റെ ഭാവി അടഞ്ഞുപോയി എന്ന് സഭക്കാർ ഉൾപ്പെടെയുള്ളവർ മുഴുവൻ ആ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ മുഴുവൻ പരസ്യം രഹസ്യമായി പറഞ്ഞ് ആക്ഷേപിച്ച സ്ഥാനത്ത് ഇന്ന് ദൈവമാണ് വാക്കാവുന്നു. നീ എന്ത് നിന്റെ സന്തോഷം നിന്റെ അനുഗ്രഹം നിന്റെ ഉയർച്ച എന്ന് പറയത്തക്കവരെ സ്വർഗം അത്ഭുതമാക്കി ഒന്ന് തലവലിച്ചൊന്ന് ഈ പ്രാർത്ഥനയിൽ ദൈവസഭ ഈ വെളിപ്പാടിന് ചേർന്നായാമോ? ഞാൻ സ്വീകരിക്കുന്നു, ഞാൻ അത് വിശ്വസിക്കാൻ കുന്തച്ചാട്ടിൽ ഏറ്റതിന്റെ റിസൾട്ട് ഞാൻ പറഞ്ഞുതരാം. അനവധി വൈരികൾ പെരുകി, എനിക്ക് രക്ഷയില്ലെന്ന് പറഞ്ഞു. എതിരാളികൾ ഇഷ്ടം പോലെ കയറി വന്നു. രക്ഷയില്ല എന്ന് പറഞ്ഞ അവര് സ്ഥാപിച്ചപ്പോൾ തമ്പുരാൻ പറഞ്ഞു, കുഞ്ഞെ നീ അല്പം വെയിറ്റ് ചെയ്യും, ഞാൻ തിരിച്ചതെല്ലാം മറുപടി അവർ കാണേണ്ടി ഞാൻ കൊടുക്കും. അന്ന് നീ എന്നോട് ഈ പറഞ്ഞ വാക്കിനെ തിരുത്തേണ്ടി വരും. നമ്മൾ പലപ്പോഴും പറഞ്ഞില്ലേ, കർത്താവ് എന്തിനാ പ്രാർത്ഥിച്ചിട്ട് ഗുണം, ആരാഴ്ചയിൽ ഗുണമെന്താണ്, ഉപവസിച്ചതിൽ ഗുണമുണ്ടോ, അന്യഭാഷ ഗുണമുണ്ടോ, രാത്രി ആരും അറിയാതിരുന്ന് പുറപുറത്ത് ദൈവത്തോട് കാര്യം വിഷമിപ്പിക്കത്തക്കവണ്ണം എനിക്ക് പറഞ്ഞില്ലേ. അതിന് ദൈവാത്മ ഫലമാക്കാവുന്നു. നിനക്ക് നീ തന്നെ വിശ്വസിക്കത്തില്ല, നീ തന്നെയാണ് നീ അത്ഭുതമായി മാറുക. ആ നിലവാരത്തിൽ ഞാൻ നിന്നെ അത്ഭുതമാക്കി മാറ്റാം. നീ വെയിറ്റ് ചെയ്യും, അതിനെ താമസിച്ചില്ല. ദൈവത്തിനു വേണ്ടി ഒരു അത്ഭുതം ചെയ്ത് അത് കണ്ണാലെ കാണുവാൻ കഴിയും. അടുത്ത വാക്യം വായിച്ച മൂന്നാമത്തെ വാക്യം ഒന്ന് എന്തായാലും ചേർന്ന് ആ വാക്ക് വായിച്ചേ. ഒരു പ്രാവശ്യം കൂടി വായിച്ചു വാക്ക് വായിച്ചു. ഇനി ഒന്നാമത്തെ വാക്യം പോലും വായിച്ചേ, ചേർന്ന് വായിച്ചേ. അടുത്ത വാക്യം, എനിക്ക് ചുറ്റും പരിചയം എന്റെ മഹത്വവും എന്റെ ധന ഉയർത്തുന്നവരുമാകുന്നു. ഇന്ന് ഈ ദൂരായിരിക്കുന്ന എനിക്ക് ചുറ്റും പരിചയം എന്റെ മഹത്വവും എന്റെ ധന ഉയർത്തുന്നവരാകുന്നു. വെളിപ്പാട് പിന്നെ കിട്ടി, അത് വെളിപ്പാട് നിങ്ങളെ പിന്നെ കിട്ടി. നിങ്ങളെ പിന്നെ കിട്ടിയപ്പോൾ തിരിച്ചു പറഞ്ഞു, അവൻ ഞാൻ ചാവുമെന്നാ വിചാരിച്ചത്, ഞാൻ തരുന്നതാണ് വിചാരിച്ചത്. പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലായി, എനിക്ക് ചുറ്റും പരിചയം എന്റെ മഹത്വവും എന്റെ ധന ഉയർത്തുന്നവനുമാകുന്നു. ഈ ദൂതം നിങ്ങൾ പറയും, നിങ്ങളും പറയും, നിങ്ങളുടെ മക്കളെ കൊണ്ട് നിങ്ങൾ പറയിപ്പിക്കും. ഇതിനകത്തിരിക്കുന്നവര് പറയും, പറയേണ്ടവര് പറയും, വന്നവര് പറയും, സകലരും പറയും. കരങ്ങൾ അടിച്ചൊന്ന് ആ വെളിപ്പാടിന്റെ ഭാഗ്യം ഒന്ന് അന്യഭാഷകൾ കർത്താവിന് സ്തോത്രം ചെയ്യാമോ? രക്ഷയില്ല എന്ന് പറഞ്ഞവരുടെ മുമ്പാകെ രക്ഷപ്പെട്ട് കാണിക്കത്തക്കവണ്ണം ഒതുക്കുവാൻ നോക്കിടുന്നാകെ ഒതുങ്ങി പോയിട്ടില്ല എന്ന് തെളിയിക്കത്തക്കവണ്ണം വിശേഷതകൊണ്ട് തെളിയിക്കത്തക്കവണ്ണം അന്നമ്മന്റെ രക്ഷപ്പെടുവാകുക അവനെ രക്ഷപ്പെട്ടു എന്ന് തെളിയിക്കത്തക്കവണ്ണം രക്ഷപ്പെട്ടു ആ വാക്യം ഒന്ന് 20 വായിച്ച 28:1 അപ്പോസ്തലർ 28:1 വായിച്ച അപ്പോസ്തലർ 28:1 20 വായിച്ച വായിക്കാം. അപ്പോസ്തലർ 28:1 ഉറക്കെ വായിക്കാം. അപ്പോസ്തലർ 28:1 ലോർഡ് ജീസസ് ഉറക്കെ വായിക്കാം. അങ്ങനെയല്ല വായിക്കേണ്ട, ഞാൻ പറയുമ്പോൾ വായിക്കണം. ഞാൻ അങ്ങനെ വായിക്കാം.
ഞാൻ രക്ഷപ്പെട്ട ശേഷം. അപ്പൊ നേരത്തെ എന്താ പറഞ്ഞ വാക്ക്? രക്ഷപ്പെടില്ല എന്ന് പലരും എന്നെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ ഞാൻ പറയുന്നു രക്ഷപ്പെട്ടു ശേഷം. ഞാൻ രക്ഷപ്പെട്ട ശേഷം ആ സ്ഥലത്തിന്റെ പേര് മെലിഥ എന്ന് ഗ്രഹിച്ചു. ഞാൻ രക്ഷപ്പെടില്ല, ഇവൻ രക്ഷപ്പെടില്ല, ഇവൻ രക്ഷപ്പെടില്ല എന്ന് ഒരാളല്ല, എല്ലാവരും. ഒരാള് ആശ്വാസമാണ് നീ രക്ഷപ്പെടും കേട്ടോ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ആശ്വാസം കാണാൻ കിട്ടുമായിരുന്നു. പക്ഷെ എന്തില്ല, ആരും പറഞ്ഞില്ല. എല്ലാവരും നീ രക്ഷപ്പെടില്ല, വേറെ വല്ല പ്ലാൻ തയ്യാറാക്കുക, വേറെ വല്ല ചോദിക്കുമ്പോ വേറെ റൂട്ട് തയ്യാറാക്കുക എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തി മാറ്റിയിട്ട സ്ഥാനത്ത് നിന്ന് പരിശുദ്ധാത്മാവിനെ വാക്കാറുന്നു. ഞാൻ പൗലോസിന്റെ കൂടെ നിന്നുകൊണ്ട് അവൻ പറയും, ഞാൻ രക്ഷപ്പെട്ട ശേഷം അവൻ ആ ദ്വീപിന്റെ പേര് മെലിഥ എന്ന് ഗ്രഹിച്ചു. ഗ്രഹിക്കും. ഇന്ന് രാവിലെ പറഞ്ഞ രക്ഷപ്പെട്ടു, അതെനിക്ക് മനസ്സിലായി. എന്റെ മേൽ ദൈവത്തിന് ശക്തി ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഒരു കാലവശാല ഭാഗത്ത് പിശാച് തടയുവാൻ തക്കവണ്ണം കഴിയത്തില്ല. നീ രക്ഷപ്പെടില്ല എന്ന് മന്ത്രവാദി പറഞ്ഞിരിക്കുക, രക്ഷപ്പെടുന്ന ശകുനവാദി പറഞ്ഞിരിക്കുക, രക്ഷപ്പെടില്ല എന്ന് അസുഖക്കാർ പറഞ്ഞിരിക്കുക, രക്ഷപ്പെടുന്ന നാട്ടുകാർ പറഞ്ഞിരിക്കുക, രക്ഷപ്പെടുന്ന രക്തബന്ധങ്ങൾ പറഞ്ഞിരിക്കുക, രക്ഷപ്പെടുന്ന കൂട്ടുകാരിലോ അവരെ പറഞ്ഞിരിക്കുക. പക്ഷെ ദൈവം ഞാൻ പറഞ്ഞോ നീ രക്ഷപ്പെടുത്തില്ലെന്ന്, ഞാൻ പറഞ്ഞില്ല നീ രക്ഷപ്പെടുമെന്ന്, അവൻ ഞാൻ പറഞ്ഞത് രക്ഷപ്പെടുമെന്നാണ് പറഞ്ഞത്. 276 യാത്രക്കാർ കൂടെ, അവരും അതിൽ ഒരാളെ വിട്ടിട്ട് 75 പേര് പറഞ്ഞു. കപ്പിത്താൻ പറഞ്ഞു, മാലുവിന് പറഞ്ഞു, കപ്പലുടമസ്ഥൻ പറഞ്ഞു രക്ഷപ്പെടില്ല. പക്ഷെ ഒരുത്തൻ മാത്രമേ പറഞ്ഞുള്ളൂ രക്ഷപ്പെടും. ആരായിരിക്കണം? ഞാൻ പറഞ്ഞു. 276 യാത്രക്കാരുടെ സ്ഥാനത്ത് 275 പേര് പറഞ്ഞു രക്ഷപ്പെടില്ല, സാധ്യത കുറവാണ്. പക്ഷെ വെളിപ്പാടുകാരൻ ഒരുത്തൻ പറഞ്ഞു രക്ഷപ്പെടും. ഈ രാവിലെ വിശ്വാസത്തോടെ കാര്യം തട്ടി പറഞ്ഞാൽ രക്ഷപ്പെടും. എന്റെ കുടുംബം അതിൽ നിന്ന് രക്ഷപ്പെടും, എന്റെ കുടുംബം അതിൽ നിന്ന് രക്ഷപ്പെടും, സഭ അതിൽ നിന്ന് രക്ഷപ്പെടും, യേശു ക്രിസ്തുവിന്റെ നാമം അതിൽ നിന്ന് രക്ഷപ്പെടും. അവൻ ഉണർത്തപ്പെടും. ഈ രാവിലെ രക്ഷപ്പെടുമെന്ന് അവൻ ഞാൻ പ്രഖ്യാപിക്കുകയാണ്. വിശ്വാസത്തോടെ സ്വന്തം പറയാം. അതുകൊണ്ട് ഇന്ന് പോയിട്ട് എന്ത് ചെയ്യണം? 5-ാമത്തെ വാക്യം. ഇന്ന് പോയിട്ട് എന്ത് ചെയ്യണം? 5-ാമത്തെ വാക്യം. ഞാൻ സങ്കീർത്തനം 3:5 ഞാൻ രക്ഷപ്പെട്ട, ഞാൻ രക്ഷപ്പെടുമെന്ന് വെളിപ്പാട് കിട്ടിയ ഞാൻ. ഒന്നുകൂടെ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ, രക്ഷപ്പെടുമെന്ന് ദൈവത്തിലേക്ക് വെളിപ്പാട് തന്നുകൊണ്ട് ഞാൻ രക്ഷപ്പെടുമെന്ന് വെളിപ്പാട് കിട്ടി, രക്ഷപ്പെടുമെന്ന് വാഗ്ദത്തം കിട്ടി, രക്ഷപ്പെടുമെന്ന് അവകാശം ദൈവത്തിന് പരിപാടി കിട്ടി. ഇത് കിട്ടിയപ്പോ പരിശുദ്ധാത്മാവ് പറഞ്ഞ വാക്കാന്ന് നീ പോയി നീ കിടന്ന് പറഞ്ഞേ. പൗലോസ് പറഞ്ഞു നിങ്ങളത് ആഹാരം കഴിക്കാൻ. പൗലോസ് പറഞ്ഞു നിങ്ങൾ ആഹാരം താങ്കളുടെ ആഹാരം കഴിക്കാൻ പറഞ്ഞു. അപ്പൊ ആരും എന്ത് ചെയ്തില്ല? പൗലോസ് എന്ത് ചെയ്തു? പറഞ്ഞേ. പൗലോസ് എന്ത് ചെയ്തു? അപ്പം എടുത്ത് മേപ്പട് നോക്കി സ്വോത്രം ചെയ്ത് നോക്കിയത് അവർ കാണ്ടി കഴിച്ചു വന്നാണ്. അപ്പൊ ഒരുത്തൻ ചോദിക്കുകയാണ്, ഞാനങ്ങ് പറയാം, ഒരുത്തവൻ ചാകാൻ പോകുന്നവർ കഴിച്ചിട്ട് പോവുകയാണ്. ചാകാൻ പോകുന്നവരാണ്, കഴിച്ചിട്ട് ചാകാൻ പോവുകയാണ്. പൗലോസ് പറഞ്ഞത് കഴിച്ചിട്ട് ചാകാനല്ല, കഴിച്ചിട്ട് രക്ഷപ്പെടാൻ പോവുകയാണ്.
ചാകത്തില്ലെന്ന് പറ. ഒരിക്കലും ഞാൻ ചാകത്തില്ല. വാഗ്ദത്തമുള്ളവരെ എനിക്ക് എന്നെ കൊല്ലാൻ പറ്റില്ല. വാഗ്ദത്തമുള്ളവരെ വഴിമധ്യേ വെക്കാൻ പറ്റില്ല. വാഗ്ദത്തമുള്ളവരെ മുക്കി കൊല്ലാൻ പറ്റില്ല. വാഗ്ദത്തമുള്ളവരെ അടിപ്പിച്ച് കൊല്ലാൻ പറ്റില്ല. വാഗ്ദത്തമുള്ള ഒന്നിച്ച് കൊല്ലാൻ പറ്റില്ല. അപകടപ്പെടുത്താൻ പറ്റില്ല. വാഗ്ദത്തമുള്ള ലക്ഷ്യം കണ്ടേക്കുന്നവരെ ആളുകൾ ഓടിക്കൊണ്ടിരിക്കുക. ഞാൻ രാവിലെ അതുകൊണ്ടാണ് 4 നന്നാല് ചേവക്കാരൻ 16 പടയാളി മുമ്പിൽ പത്രോസും സുഖമായിട്ട് എന്ത് ചെയ്തു? കാര്യം പുള്ളിക്ക് അറിയാം, ആത്മത്വമുള്ള എനിക്ക് എന്നെ കൊല്ലാൻ പറ്റില്ല. പിന്നെ എന്താണ് നമ്മളെ പ്രഷർ കയറ്റുന്നത്? സ്വയമായിട്ട് കഥ വിശ്വാസന. അപ്പൊ 40 പാട് നമുക്ക് നോക്കാം. ആട് അതിന്റെ ദാവീദിന്റെ ശൗലിന്റെ കുന്തത്തിന്റെ പാട് നോക്കാം. ചോദിക്കുന്നു, എന്റെ കർത്താവേ, ഞാൻ എന്തെങ്കിലും ദോഷം ചെയ്തു? ഞാൻ എന്തെങ്കിലും ദ്രോഹം ചെയ്തു? ഞാൻ അവരെ കാര്യങ്ങളിൽ ഇടപെട്ടോ? ഇല്ല. എന്നിട്ട് കുന്തം വരുന്നതിന് കുറവില്ലല്ലോ. ഇഷ്ടംപോലെ കുന്തം ഒഴുകി വരികയാണ്. തമ്പുരാൻ ഞാൻ അനുവദിച്ചിട്ട് തന്നെയാണ് ആ കുന്തമെല്ലാം വരുന്നത്. നിനക്ക് ഒരു ദോഷവും പറ്റത്തില്ല കുഞ്ഞെ, നിനക്ക് ഒരു ദോഷവും പറ്റത്തില്ല. ഇത് നിങ്ങൾക്ക് അതൊരു കണക്കോട് ഞാൻ പറയാം. കണക്കോട് പറയാം. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ഒന്ന് വായിച്ചു. അതിനകത്ത് വേറെ വെളിപ്പാട് എനിക്ക് പറയാനുണ്ട്. ഒന്ന് നിലനിർത്താൻ 29-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം മുതൽ ഒന്ന് നമ്മൾ പല ആവർത്തി വായിച്ചതാണ്. പക്ഷെ ഈ ഇന്നത്തെ പ്രാർത്ഥനയിൽ ഈ 3-ാം സങ്കീർത്തനം കയറി വന്നത് കൊണ്ടാണ് ഞാൻ ആ വാക്ക് വായിപ്പിക്കുന്നത്. വായിച്ചത് ഇസ്രായേലിനും രാജാവായി വാണു. ആ പാഠം നോക്കി. ഈ വാക്ക് ആരെ കുറിച്ച് പറയുന്നില്ല? ശൗലിന്റെ രാജാവിനെ കുറിച്ച് പറയുന്നില്ല. പിന്നെ ആരെ കുറിച്ച് പറയുന്നില്ല? പറഞ്ഞേ. ശൗല് ശലോമോനെ കുറിച്ച് പറയുന്നില്ല. രഹബയാവിനെ കുറിച്ച് പറയുന്നില്ല. യോരോബാമിനെ കുറിച്ച് പറയുന്നില്ല. മറ്റ് യഹൂദ രാജാക്കന്മാർ, യഹൂദ ദേശ രാജാവിനെയോ ഇസ്രായേൽ വടക്കൻ രാജ്യത്തെ രാജാവിനെ കുറിച്ച് രാജാക്കന്മാരെ പറയുന്നില്ല. ഇതൊരുവനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. ദാവീദിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. അത്രയ്ക്ക് ദണ്ഡനമേറ്റ മറ്റൊരു രാജാവും ഇല്ല. അത്രയ്ക്ക് ദുഃഖം സഹിച്ച മറ്റൊരു രാജാവ് ഇല്ല. ഓർത്തോണം, എല്ലാ രാജാക്കളുടെ ഭാഗെ നന്നായി വാഴാനുള്ളത് കൊണ്ടാണ് ഇത്രയും കുന്തങ്ങൾ. ഇനി ഞാൻ അവിടെ നിങ്ങൾ അടിക്കുറിപ്പെട്ടാവുന്നതോളം ഇതൊരു പ്രോഫറ്റിക് അന്തരീക്ഷമാണ്. അതുകൊണ്ട് ആ പ്രബല ശബ്ദത്തോട് തന്നെ അത് എടുക്കണം. വേറെ ഒന്നും ചിന്തിക്കുക. പരിശുദ്ധാത്മ പറഞ്ഞൊരു കാര്യം ചെയ്യും. നീ വാഴാനുള്ളതാണ്. നിന്റെ ബന്ധുക്കളുടെ നടുവിൽ, നിന്റെ സാക്ഷക്കാരുടെ നടുവിൽ, നിന്റെ സ്നേഹിതരുടെ നടുവിൽ, നിന്റെ സഭയുടെ നടുവിൽ, നിന്നെ നിന്ദിച്ച നടുവിൽ നീ എല്ലാവരേക്കാളും വാഴണം. വാഴും. അതൂത് കരുകൾ സ്വന്തം ചെയ്താട്ടെ. എല്ലാവരുടെ മുമ്പിൽ വാഴും. ഇനി അടുത്ത കുറിപ്പിട്ടോണം. അവർ ഉപയോഗിക്കാത്തതും അവർക്ക് ഉപയോഗിക്കാൻ ആഗ്രഹിച്ചതും അവർ പ്രാപിപ്പാൻ കൊതിച്ചതും അവർക്ക് സാധിക്കാതെ പോയതും നിന്നെ കൊണ്ട് നിനക്ക് വേണ്ടി ഞാൻ നിനക്ക് വേണ്ടി സാധിപ്പിച്ചെന്നാണ് ഇതിനെ പ്രവർത്തിപ്പാൻ പരിശുദ്ധാത്മാവിനോട് നിയോഗിച്ചത്. അവർക്ക് ആർക്കും തരാൻ ലഭിക്കാത്ത, അവരാരും പ്രാപിക്കാത്ത അവകാശങ്ങൾ അവിടെ നൽകുന്നതുകൊണ്ട് നീ പ്രാപിക്കത്തക്കവരെയാണ്. നിനക്ക് ഇത്രയും വേദന വന്നത്, നിനക്ക് ഇത്രയും പ്രശ്നം വന്നത്, അവരെ മുതൽ വാഴുവാൻ പ്രാർത്ഥനാക്കാൻ പോവുകയാണ്. 2 ആദർശമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് ചെയ്യേണ്ടതുപോലെ ചെയ്യാൻ തക്കവണ്ണം ഐഡിയാസ് ആർക്കുണ്ട്? ഇതാണ് പ്രശ്നം. എല്ലാവരുടെ കയ്യിലും പേനയും പേപ്പറും എഴുത്താണ്, എല്ലാ സാധനമുണ്ട്. പക്ഷെ എന്തില്ല, എന്തെഴുതണം, ഏതെഴുതണമെന്നൊരു ഐഡിയ ഇല്ല. പക്ഷെ ഈവിന്റെ കയ്യിൽ എഴുത്തുമുണ്ട്, കൊല്ലാൻ തക്കവണ്ണമുള്ള ഐഡിയ ഉണ്ട്, പ്ലാനുമുണ്ട്, സകല പ്ലാനുണ്ട്. ദാവീദ് എത്ര സങ്കീർത്തനം വേണ്ടി? തലക്കെട്ടുള്ള 73. തലക്കെട്ടിനകത്ത് ഇഷ്ടം പോലെ ഉണ്ട്.
73 സങ്കീർത്തനാതി. ശലോമൻ എത്ര എഴുതി? 1 എഴുതി. പിന്നെ ശൗല് ഒന്നും എഴുതിയില്ല. അർത്ഥമസാകുമ്പോ പരിശുദ്ധാത്മാവിന് മുമ്പ് നിന്ന് കഴിഞ്ഞാൽ വിശേഷതകളെ കൊണ്ട് പുതിയ തക്കാണ് കാര്യം. ഐഡിയ ഉള്ളവനെ എന്ത് വരത്തുള്ളൂ? കുന്തം വരത്തുള്ളൂ. കേട്ടോ മനസ്സാണോ? ഐഡിയ ഇല്ലാത്തവന് ഒരു കുന്തം വരത്തില്ല. മനസ്സാണോ? പല മനസ്സാണോ? ഒരു കുന്തം വരത്തില്ല. അവനെ തിന്നും കുടിച്ചു അങ്ങനെ എന്ത് ചെയ്യാതെ തമാശ പറഞ്ഞില്ല, ആവശ്യം കളിച്ച അവനെ ഒരു പോക്കാം. പക്ഷെ ഐഡിയ ഉള്ളവൻ എന്ത് വരും? കുന്തം വരും, പോര് വരും. ചിന്തരാവലിന്റെ പ്രവചിച്ച് പറയാം, രാജാക്കന്മാരുടെ മുമ്പാക്കി വാണ രാജാവരാ ദാവീദിനെ പോലെ പരിശുദ്ധാത്മാവ് നമ്മെ വാഴിപ്പിക്കാം. അത് കുറിച്ചിട്ട് പോകണില്ല. ഞാൻ വാഴേണ്ട വ്യക്തിയാണ്. നിന്ദിച്ചത് പറഞ്ഞ ഞാൻ വാഴും, ഞാൻ തിരിച്ച് കാണിച്ചു കൊടുക്കും. അതൊരു വാശിയാണ്. സ്വന്തം 2 വാക്യം. വാണകാലം. അത് വാക്യം. അപ്പൊ 40 വർഷം വാണം. നന്നായിട്ട് വയസ്സ് ചെന്ന് ആയുസ്സും ധനവും മാനവും തികഞ്ഞവനായിട്ട്. ഇനി ആ കുഞ്ചത്തിന്റെ ആ മുനയുടെ ആ ഒരു പാട് നോക്കി. 40 പാട്, 40 അടി. 1 കുറച്ചാൽ 39 നാം വൈകി കുറവാണ്. അപ്പൊ 40 പാട്. ഓരോ കുന്തത്തിന്റെ ഓരോ പാടും ഓരോ സംവത്സരത്തെ ദൈവം പുതുക്കി കൊടുത്തു. ശരിയാ തെറ്റോ? ഞാൻ അതുകൊണ്ടാ പറഞ്ഞ മറ്റും സ്ഥാപിക്കുന്നില്ല, പക്ഷെ സ്ഥാപിക്കണം. എനിക്ക് കിട്ടിയ വെളിപ്പാട് ഞാൻ പറയാൻ ശ്രമിക്കും. തെറ്റോ ശരിയോ എനിക്ക് അറിയത്തില്ല, പക്ഷെ എന്റെ ഹൃദയത്തിൽ വന്നപ്പോൾ വെളിപ്പാട് പറയാം. ആളുകൾ പറയണം. 40 വർഷം വളരെ പ്രാഗൽഭ്യത്തോടെ വളരെ ഐഡിയോടെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുപോലെ ചെയ്ത് ആർക്കും തന്നോട് കുറ്റം പറഞ്ഞ് ഒതുക്കുവാൻ കഴിയാത്ത രീതിയിൽ വളരെ പൊലിപ്പൊടിക്കുന്ന ഒരു 40 സംവത്സരം. അത് ഓരോ സംവത്സരത്തിനും കിട്ടാൻ കാരണം ഓരോ കുന്തത്തിന്റെയും എറിയിൽ നിന്നും മാറി ആ കുന്തമുന പോയി അടുത്ത ഭിത്തി തറച്ചു. ആ പാട് 40 വർഷം കഴിഞ്ഞിട്ട് ഞാൻ പറയാണ്, എന്റെ ദാവീദ് രാജാവേ, ബഹുമാനത്തോടെ പറയുന്നു, പോയി ഒന്ന് ആ പാടൊന്ന് നോക്കിയിട്ട് വരാമോ? പറഞ്ഞോ. വയോവൃദ്ധനായ ശേഷം ഞാൻ പറയാണ്, അപ്പച്ച പോയിട്ട് ആ പാടൊന്ന് നോക്കിയിട്ട് വരാമോ എന്ന് ചോദിച്ചാൽ പുള്ളി വന്ന് നോക്കും. അപ്പോൾ എന്നോട് പറയും, ശരിയാണല്ലോ, എണ്ണി 1, 2, 3, 4, 5 എണ്ണിയപ്പോ എത്ര പാടുണ്ട്. എറിഞ്ഞവൻ അറിയത്തില്ല, കൊള്ള നിന്നവനും ഇതിന്റെ വെളിപ്പാട് അറിയത്തില്ല. എറിഞ്ഞ ശൗലും അറിയത്തില്ല ഇങ്ങനെയൊക്കെ ആകുമെന്ന്. കൊല്ലാൻ വിധിക്കപ്പെട്ട ദാവീദ് അറിയത്ത് ഇങ്ങനെ ആകുമെന്ന്. പക്ഷെ പരിശുദ്ധാത്മാവ് യുഗങ്ങൾക്ക് മുമ്പേ കുറിച്ചു വെച്ചതിന്റെ സിസ്റ്റമാണ് വെക്കുന്ന കാര്യം. കരളടിച്ചു പറഞ്ഞാൽ ഇങ്ങനെ ആകണമെന്ന്, ഈ കടമ നടക്കണമെന്ന്, ഈ റൂട്ടുകളിൽ പോകണമെന്ന്, ഈ സഹിക്കണമെന്ന്, ഈ പ്രയാസത്തിൽ കിടക്കണമെന്ന് യുഗങ്ങൾക്ക് മുമ്പേ പരിശുദ്ധാത്മാവ് അവരെ കുറിച്ചു വെച്ചത് കൊണ്ട് ആദ്യം അങ്ങനെ നടന്നേ പറ്റൂ. അപ്പൊ എന്നോട് പറയാണ്, ശരിയാണല്ലോ ക്രിസ്റ്റഫറെ, അന്ന് ഞാൻ വന്നില്ല, ഗ്രഹിച്ചില്ല. ഞാൻ അന്ന് കുറെ കുറ്റവും വേദനയൊക്കെ ദൈവത്തോടെ ചെയ്തു. എന്ത് കത്ത ഇത്ര വൈദികൽപ്പിരിക്കുന്നത്, എന്തിന് കത്ത ഇത്രയും എന്നെ ഒറ്റപ്പെടുത്തണം, ഇത്രയും പ്രശ്നത്തോട് ഞാൻ പോകേണ്ട കാര്യം വന്നെന്ന് അന്ന് ഞാൻ ദൈവത്തോടെ ഇടയ്ക്കൊക്കെ പുനമ്പി പറഞ്ഞ് ദൈവത്തെ പോലെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. നെഞ്ചത്ത് കൈവച്ചിട്ട് അറിയാതെ പറഞ്ഞു, ദൈവമേ എന്നോട് ക്ഷമിക്കണമേ, ഞാൻ അറിയാതെ അങ്ങയോട് പുനമ്പി എന്നോട് കുറ്റം പറഞ്ഞു പോയി. ഓരോ കുന്തത്തിന്റെയും ഓരോ പാടുകളും ഓരോ എരിച്ചിന്റെ ഓരോ പാടുകളും ഓരോ സംവത്സരത്തിന്റെ ദൈവം പുതുക്കത്തോട് നിത്യ സംവത്സരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ കാരണം നിങ്ങൾക്ക് പറയാമോ?
മുകളിലാക്കി. ഹെബ്രോനിലും യെരൂശലേമിലും എത്ര 7 സംവത്സരം ഹെബ്രോനിലും 33 സംവത്സരം യെരൂശലേമിലും നിർഭയമായിട്ട് വാണു. സമം 40. സ്വതന്ത്രം വന്നേ പേടിയാണോ? ഈ ശ്വാസം വലിക്കുന്നതിന് പുള്ളി ആരായിരുന്നു? അവസാനം ശ്വാസം വലിക്കുന്നത് പുള്ളി ആരായിരുന്നു? രാജാവായിരുന്നു. 40 വർഷം പൂർത്തീകരിച്ചിട്ടാണ് അല്ലേ? ശൗല് 40 വർഷം പൂർത്തിയാക്കി. പക്ഷെ അവൻ എങ്ങനെ മരിച്ചു? സ്വന്തം കുന്തത്തിൽ തന്നെ ആ വീട് മരിച്ചെന്ന് പറയുന്നു. ആ കുന്തത്തിൽ വീണപ്പോൾ പ്രാണം പോഹാത്തുകൊണ്ട് തന്റെ വേറൊരു വ്യക്തിയെ കൊണ്ടത് വെട്ടി എന്ത് ചെയ്യാൻ കൊലപാതകം. അങ്ങനെ ദാരുണമായ മരണമാണ് സംഭവിച്ചത്. രണ്ടാമത്തെ 40-കാരനായ ശലോമനും ജാരന്മാരോടും പാപത്തോടും ലോകത്തോടും ജീവിച്ചിട്ട് വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ പേരില്ലാത്തവനായിട്ട് മരിക്കേണ്ടി വന്നു. പക്ഷെ ദാവീദ് ഏകൻ മാത്രമേ ഉള്ളൂ നീതിമാൻ നിശ്ചയത്തിന് പേരിട്ടിട്ട് ദാവീദിന്റെ സന്തതി അവിടുത്തെ വരാൻ പോകുന്നു എന്നുള്ളതായ ഒരു അഡ്രസ് തികച്ചിട്ടാണ് പുള്ളി ലോകത്തിൽ വിട പറഞ്ഞത്. ഇനി ഞാൻ അതിന്റെ അടുത്ത ലെവൽ വായിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ 1 ദിനവൃത്താന്തം 29 അധ്യായമാണ് കേട്ടോ, മറക്കരുത്. അതോടുകൂടെ ദാവീദിന്റെ യുഗത്തിന് എന്ത് ചെയ്യാം, അവിടെ കഥയ്ക്ക് വിരാമം കുറിക്കും. രണ്ടാമത്തേത് നോക്കാം. ഞാൻ ഈ 3-ാം സംഘത്തിന്റെ 1-2 വാക്യത്തിൽ വെളിപ്പാട് പറഞ്ഞതാണ്. 1-ാം അധ്യായം 2 ദിനവൃത്താന്തം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിച്ചു. സ്ഥിരപ്പെട്ടു. ഒരു മിനിറ്റ് അവിടെ പേര് വായിച്ചേ, ഒന്ന് വായിച്ച. ദാവീദിന്റെ മകനായ ശലോമൻ തന്റെ രാജ്യത്വത്തിൽ ഉണ്ടോ? വെളിപ്പാട് സ്വന്തം പറയാമോ? ശലോമൻ രാജ്യത്വത്തിൽ സ്ഥിരപ്പെട്ടു എന്നല്ല പറയേണ്ടത്. പക്ഷേ കുന്തമേറ്റ് മുറിവേൽക്കപ്പെട്ട മാനസിക സംഘർഷത്തിൽ കൂടെ ദൈവത്തെ വിട്ടുപോകാതെ പാട്ടും പാടി പാട്ടിലൂടെ ആശ്വാസം കണ്ടെത്തി രാവിലെ ഉച്ചയ്ക്ക് വഴി സങ്കടം ബോധിപ്പിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവത്തിൽ അവകാശം പ്രാപിച്ച് സമാധാനം പ്രാപിച്ച് 40 വർഷത്തെ വിജയകരമായ പൂർത്തീകരിച്ച് കടന്നുപോയ വിധവയിൽ ചേർക്കപ്പെട്ട ദാവീദിന്റെ മകനായ ശലോമോന്റെ പേര് വരുന്നതിന് മുമ്പിൽ ദാവീദിന്റെ മകനായ സൗലിന്റെ രാജ്യത്വം സ്ഥിരപ്പെട്ടു എന്ന വാക്കുകൊണ്ട് അവർ ഉറപ്പിച്ചിരിക്കുമ്പോൾ ഒരു തലമുറ ഒതുങ്ങുന്നല്ല മാത്രമല്ല അടുത്ത തലമുറയ്ക്ക് വേണ്ടി ദൂത് കൈമാറുകയാണ്. അപ്പൊ ഈ കുന്തം മുറിവ് എന്ന് വന്നു അടുത്ത തലമുറയ്ക്ക് വേണ്ടി കൂടെയുള്ള മുറിവെന്നെ സഹിച്ചിട്ടാണ് കൂടി. യേശുവിന്റെ കാലം വന്നില്ലേ? യേശു എത്ര അടി ഏറ്റു? ചാത്തവാറുകൊണ്ട് 39 അടി. ഒന്നെന്തിതും കുറച്ച് കൺസെഷൻ. അപ്പൊ 40 കുന്തവും 40 അടിയും. അപ്പോൾ അപ്പൻ എന്ത് ചെയ്തു? കുന്തത്തിന്റെ ശക്തി വന്നിട്ടാണ് രാജാവായി മാറിയത്. പക്ഷെ ദാവീദ് ദേഹത്തെ കുന്തം എന്തില്ല, അത് നിഴലായിരുന്നു. അതൊരു നിഴലായിരുന്നു. പോരിൽ ആര് വന്നു? ക്രിസ്തു വന്നു. ക്രിസ്തു കുന്തത്തിന്റെയും ചാത്തവാന്റെ അടി ഇങ്ങനെ കൊണ്ടിട്ടാണ് പോയത്, അല്ല കൊള്ളാതെ പോയതാണ്. പിന്നെ ഇത് റിയലി പക്ക തന്റെ ശരീരത്തിൽ അത് പതിഞ്ഞു. ഉഴവ് ചാലുകൾ പോലെ അത് കയറി. ദാവീദ് രക്തത്തിനെന്തില്ല, പാപമോചനം കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ആ കുലത്തിൽ തന്റെ പേരിൽ വരുന്ന ഒരു യേശുവിന് അവൻ കൊടുക്കുവാൻ തക്കവണ്ണം പറ്റും. ആ രക്തത്തിന്റെ ശക്തി അതുകൊണ്ടാണ് യേശുവിന്റെ ശരീരം മുറിഞ്ഞതും രക്തം ഒഴുകിയതും. ഏകദേശം കാര്യങ്ങൾ ഞാൻ അത് ഒരിക്കൽ പ്രസംഗിക്കാം. ജസ്റ്റ് ഈ വിഷയം അതുകൂടി ഒന്ന് നിങ്ങൾ ചിന്തിക്കായിട്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ദാവീദിന്റെ തലമുറയായ ശലോമോൻ ഇനി വായിച്ച 2-ാമത്തെ വാക്യം അത് വായിച്ചു. 1-ന്റെ 1-ാമത്തെ അവനെ അത്യന്തം ഉറക്കെ പറഞ്ഞു. ആ വെളിപ്പാട് ഉറക്കെ പറഞ്ഞു.
ബാക്കി കിടക്കുമെന്ന് പറയാ കിട്ടിയില്ലല്ലേ? അയ്യോ ശരി, ഇഷ്ടംപോലെ വായിക്കാൻ കിടപ്പുണ്ട്. സ്വന്തം പഠിക്കാം, കുഴപ്പമില്ല. വീട്ടിൽ ഇരിക്കുമ്പോൾ പഠിച്ചാൽ അവന്റെ മകനായ ശലോമനെ എങ്ങനെ അത്യന്തം മഹത്വപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ പോലെ അവിടെ ഡിഗ്രി കൂട്ടിയില്ലേ? ഡിഗ്രി കൊടുത്തില്ലേ? എന്താ ഡിഗ്രി കൊടുത്തത്? അത്യന്തം എന്ന പദം കൊടുത്തില്ലേ? ഇത് ഗിഫ്റ്റ് ആണോ ഔദാര്യമാണോ? ഔദാര്യം. ആട് അപ്പന്റെ ഔദാര്യം. മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്ന സമയത്തൊക്കെ വളരെ ആത്മീയത ജീവിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഗുണമല്ല ആരനുഭവിക്കും. കിട്ടിയോ? എന്റെ സാമ്പിൾ ഇരിപ്പുണ്ട്, എന്റെ മോള് അവിടെ ഇരിപ്പുണ്ട്. ഞാൻ നിങ്ങളുടെ മുമ്പ് പ്രസംഗിക്കുന്നു. ഞാൻ വളരെ പ്രാഗൽഭ്യത്തോടും വളരെ ആത്മാർത്ഥതയോടെ പ്രസംഗിക്കുന്നു. ആത്മാർത്ഥ ശുശ്രൂഷിക്കുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ട്. എന്റെ ജീവിതത്തിനകത്ത് കളങ്കങ്ങൾ ശുശ്രൂഷിക്കാതൊക്കെ താല്പര്യപ്പെട്ടിട്ടില്ല. അപ്പൊ അതിന് ദൈവത്തിന് എനിക്കുള്ള പ്രാഗൽഭ്യമാണ്. ഞാൻ എപ്പോഴും ഇത്രയും പ്രാഗൽഭ്യത്തോടും വിശ്വസ്തയോടും കഴിയുന്നതോളം തികഞ്ഞ ആത്മീയം എന്നുള്ള പറയുന്നതല്ല, മാക്സിമം എന്റെ ഹൃദയം കുറ്റാതിരിക്കത്തക്ക നിലയിൽ ഞാൻ ഇത് ശുശ്രൂഷിക്കുമ്പോൾ എനിക്ക് നല്ലൊരു ഉറപ്പുണ്ട്. എന്റെ തലമുറകളിലേക്ക് അത് അനുഗ്രഹം വരുന്ന ഉറപ്പുണ്ട്. ചിലപ്പോൾ സാമ്പത്തികം കൊടുത്താൽ പോഷിപ്പിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അവർക്ക് നല്ല ആഹാരം മേടിച്ചു കൊടുത്ത് ഉണ്ടാക്കി കൊടുത്ത് അവർ സാമ്പത്തികം കാണുന്നത് തരത്തില്ല. നല്ല വസ്ത്രമായി കൊടുക്കാത്തൊക്കെ ചിലപ്പോൾ സാമ്പത്തികം അനുവദിക്കുന്നില്ല. പക്ഷേ ഈ ഒരു സുപ്രഭാതത്തിൽ രണ്ട് കുഞ്ഞുങ്ങളെ അത്യന്തപരമായി അവരെ മകന്റെ അത് എന്റെ കൂടെ മാത്രമേ അത് പോകുന്നത് എനിക്ക് ഉറപ്പുകൊണ്ടാണ് ഈ പ്രായത്തെ ശുശ്രൂഷിക്കാൻ. അത് ഇതിനോട് അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ദൈവസഭയ്ക്ക് ധൈര്യത്തോടെ വാക്കുകയുമാണ് ഔദാര്യം. ഞാൻ വിശ്വാസം നിന്ന് കഴിഞ്ഞാൽ അവസാന ശ്വാസം വലിക്കുന്നവരെയും ഞാൻ വിശ്വസ്തയോടെ കർത്താവിൽ നിന്ന് കഴിഞ്ഞാൽ എന്റെ സാമിനെയോ എന്റെ മോളെയോ ദൈവം അനുഗ്രഹിക്കുന്നത് ആത്യന്തമായിരിക്കും. ഞാൻ പ്രാപിച്ചതിനെ കാട്ടി 1000 മടങ്ങ് ദൈവം അവര് പ്രാപിക്കും. പക്ഷെ ഞാൻ അവസാനം ആരായിരിക്കണം? വിശ്വസ്തത നിൽക്കാൻ മാത്രം. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? അത് നമ്മൾ എടുക്കണം. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ഒന്നുകൂടി റീസെന്റ് പറയാണ്. നമ്മൾ ഓടി ആലയത്ത് വരുന്നത് നമുക്ക് വേണ്ടിയല്ല. മഞ്ഞെന്നോ മഴയെന്നോ വെയിലെന്നോ പൈസ ഇല്ലെങ്കിൽ പോലും നല്ല ആരോഗ്യം ഇല്ലെങ്കിൽ പോലും നിങ്ങൾ അങ്ങനെ ദൈവത്തിന് മഹത്വം കൊടുത്തു നോക്കി. നിങ്ങൾക്ക് അവർ കൊടുക്കാറുന്നില്ല. എന്തില്ല വെച്ചാ പൈസ ഇല്ല, നല്ല ആഹാരം വാങ്ങി കൊടുക്കാൻ കാണത്തില്ല, നല്ല വസ്ത്രം വാങ്ങി കൊടുക്കാൻ, നല്ല വീട് വെച്ച് കൊടുക്കാൻ പച്ചയും കളിച്ചില്ല. പക്ഷെ നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? നിങ്ങളെ കൊടുക്കാൻ പറ്റും ആദ്യത്തെ അത് കൊടുത്തോ ദൈവം 100%. ഞാൻ ഫുൾ ഗ്യാരണ്ടിയാണ് ആ ദൂതിനും ഭാഗ്യശോധന. എനിക്കറിയാം എന്റെ അപ്പൻ അങ്ങനെ ചെയ്ത, എന്റെ പിതാവ് അങ്ങനത്തെ ഒരു സ്വഭാവക്കാരാണ്. ഞാൻ എന്റെ മമ്മിയെ നോക്കുന്നതിനേക്കാളും ഉപരി കർത്താവിന് ശുശ്രൂഷ. എന്റെ പിതാവ് അവസാനം മരിക്കുവാൻ അവസാനം ശ്വാസം വലിക്കുമ്പോൾ ആ പിതാവിന്റെ ഒരു മോനാ ഞാൻ. എന്റെ മോനെ നോക്കിക്കൊള്ളണമെന്ന് എന്റെ മാതാവിനോടോ, എന്റെ മാതാവ് അടുത്തിരിപ്പുണ്ട്, എന്റെ അങ്കിൾ അടുത്തിരിപ്പുണ്ട്, അങ്ങോട്ടോടോ ചുറ്റുപാടത്തിൽ എന്റെ മോനെ നോക്കണം. ഞാനിത് 14 വയസ്സാണ്. എന്റെ മോനെ നോക്കിക്കൊള്ളണമെന്നൊരു വാക്കുപോലും പറയാതെ എന്റെ ശുശ്രൂഷ എന്റെ പേര് തികച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ആത്മാവിനെ നിന്റെ കൈ തരുന്നു എന്ന് പറഞ്ഞ ആ വാക്ക് പറയിട്ടാണ് എന്റെ പിതാവിന് പ്രവേശിച്ചത്. അതുകൊണ്ട് ഞാൻ രാവിലെ പ്രാർത്ഥിപ്പിച്ചു പറയാ, അവസാന ശ്വാസം വരെ വിശ്വസ്തയോടിരിക്കാൻ പറ്റില്ലെങ്കിൽ എന്റെ മകനായ ശലോമനെ സകല വ്യക്തികളുമാകെ ദൈവം അത്യുന്നതമായി മഹത്വപ്പെടുത്തുമെന്ന് ആ വാക്യത്തിന് പ്രാധാന്യമുണ്ട്. വിശ്വസ്തയോടില്ലാതെ പറയാമോ? വിശ്വസ്തനാണ്. അതുകൊണ്ട് ഈ പരകാര്യത്തിൽ ശ്രദ്ധിക്കരുത്. ആരുടെ കാര്യം എന്ത് ചെയ്യരുത് പറഞ്ഞേ? ആരെ കാര്യത്തിൽ ഇടപെടല്ലേ? ആരെ കാര്യത്തിൽ നല്ല അഭിപ്രായം പറയാൻ പോണ്ട, മോശം അഭിപ്രായം പറയാനും പോണ്ട. നമുക്ക് ദൈവം എന്ന വെളിപ്പാട് വെച്ച് അങ്ങ് യാത്ര ചെയ്യുക. നമുക്ക് ദൈവം തന്ന വെളിപ്പാട് വെച്ച് മാത്രം യാത്ര ചെയ്യുക.
മറ്റാരുടെയും കാര്യത്തിൽ ഇടപെട്ട് നമ്മൾ കുഴഞ്ഞു പോയിട്ട് അതേ ഇടപെട്ട അടുത്ത് നശിപ്പിച്ചുകൊണ്ട് ഒരു പേരുദോഷം നമുക്ക് വരാതിരിക്കത്തക്ക നിലയിൽ നാം ദൈവത്തെ മാത്രം പ്രസാദിപ്പിച്ച് യാത്ര പുറപ്പെട്ടാൽ ദാവീദിന്റെ മകനായ ശലോമോനെ അത്യന്തം മഹത്വപ്പെടുത്തുന്ന വാഗ്ദത്തം നമ്മുടെ തലമുറയിലേക്ക് ദൈവാത്മ നിറവേറ്റുമെന്നാണ്. വിശ്വാസത്തോടെ കരമരിച്ച് ആ വെളിപ്പാടിനെ കണ്ട് ആ തലമുറ മുഖം നോക്കി ആ തലമുറ പേര് പറഞ്ഞിട്ട് പറഞ്ഞ് എന്റെ തലമുറകളെയും എന്റെ അച്ഛനും ദൈവം മഹത്വപ്പെടുത്തുന്നുണ്ട്. പരിശുദ്ധാത്മാ വിശേഷതകൊണ്ട് ദൈവം പൊതിയുമെന്ന് ഈ രാവിലെ കരങ്ങളടിച്ചു പറയാമോ? നിങ്ങൾ വിശ്വസ്തനാണ്, നിങ്ങളോട് നടക്കുന്നവര് ഒരു നന്മയ്ക്ക് മുടക്കമില്ല. ആണ് ദൈവം ഓരോ കുന്തമുറയും ഓരോ പ്രകടനങ്ങളോ ഓരോ ആക്ഷേപങ്ങളോ ഓരോ പരിഹാസങ്ങളോ ഓരോ നിങ്ങളെ കേട്ടപ്പോൾ അവയെ ചാടി മാറി 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 നിന്നു. പരിശുദ്ധാത്മ വിജയത്തിൽ ആ ഉയർത്തുവാൻ ഞാൻ ചില സമയത്തൊക്കെ ഓർത്ത ഈ വചനങ്ങൾ വായിച്ച് കരയാറുണ്ട്. വസ്ത്രത്തിന്റെ ഒരു അഗ്രം മുറിച്ചെടുത്തിന്റെ ഒറ്റ കാണത്താൽ ദാവീദ് എന്ത് ചെയ്തു? ദുഃഖിച്ചു. ശൗലിന്റെ വസ്ത്രത്തിന്റെ ഒരഗ്രം മുറിച്ചെടുത്തു എന്നുള്ള ഒറ്റ കാരണത്താൽ ദാവീദ് ദുഃഖിച്ചു. വേണ്ടായിരുന്നു. ഈ വാക്ക് ഇതൊക്കെ അടിസ്ഥാനമാണ്. ഈ ഉയർച്ചയുടെ അടിസ്ഥാനം നമ്മൾ പറയുന്ന ആ ചെറിയാണ് ചെറുതല്ലേ. ഇന്നത്തെ കാലത്ത് ഞാൻ ഒന്നിൽ പറയാം. നമുക്ക് ഈ ഓൺലൈൻ യൂട്യൂബിൽ പോകേണ്ട മെസ്സേജ് കൂടെയാണ്. നമ്മൾ വസ്ത്രം ഒരു അഗ്രമാണ് മുറിച്ചത്, മൊത്തം മോട്ടിച്ചോണ്ട് ആ വ്യക്തിയെ പിന്നെ തലപ്പൊക്കെ അനുവദിക്കാത്ത മതിയെ എന്ത് ചെയ്തു? പറഞ്ഞ് ആക്ഷേപിച്ചു കുറ്റം പറഞ്ഞ് അവനെ വീട്ടിനകത്ത് ഒതുക്കി. അതിന്റെ പരാജയമല്ല ആരിലോട്ട് വരുന്നത്. അത്യന്തം എന്ന വാക്കിൽ വരത്തില്ല, അല്ലാത്ത വാക്ക് വരത്തില്ല, അത്യന്ത താഴ്ച എന്ന വാക്ക് വരത്തില്ല. അത്യന്ത മഹത്വത്തിൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കാം. ഒരു വസ്ത്രത്തിന്റെ ചെറിയ അഗ്രം മുറിച്ചെടുത്ത കാലത്താൽ താൻ ദുഃഖിച്ചു എന്നാണ്. അതുകൊണ്ട് ദുഃഖത്തോടെയും ഭയത്തോടും പറഞ്ഞ വാക്കാണ്. ഒരു ദൈവമക്കളുടെയും ഒരു പ്രിയപ്പെട്ടവരെ കുറ്റവും കുറവെന്ത് പറയരുത്. പെട്ടെന്ന് ബൈബിളിലേക്ക് തിരിയുക, പെട്ടെന്ന് പ്രാർത്ഥന തിരിയുക, ദൈവത്തിന്റെ ശബ്ദത്തിലേക്ക് തിരിയുക. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ നിങ്ങളുടെ മൂട്ടിൽ കളിക്കുന്ന തലമുറയെല്ലാം നിങ്ങളെ കാട്ടി അത്യന്തത പദത്തിലേക്ക് തന്നെ വരും. നിശ്ചയം നിശ്ചയം നിശ്ചയം. ഒരു സ്വന്തം പറയാമോ? വിശ്വാസത്തോട് സ്വന്തം പറയാമോ? ഓക്കെ, അടുത്ത വാക്യം വായിച്ചു. ഞാൻ ഇതിനെ ഒരിക്കൽ പ്രസംഗിക്കണം എനിക്ക്, പക്ഷെ അതിന് ഈ ദൂതിൽ മാത്രം ഞാൻ കമ്പി വായിക്കുന്നത് വായിച്ചു. വായിച്ചോ? അതല്ല അല്ല, ഈ വായിച്ചെന്താ ദിനവൃത്താന്തം മൈൻഡ് മാറ്റാതെ അത് വായിക്കാം. വായിക്കാം. സംസാരിച്ചിട്ട് ശലോമോൻ സർവ്വസഭയുമായി ഗിബെയോനിലെ പൂജാഗിരിക്ക് പോയി. യഹോവയുടെ ദാസനായ മോശെ മരുഭൂമിയിൽ വെച്ചുണ്ടാക്കിയ ദൈവത്തിന്റെ സമാഗമന കൂടാരം അവിടെയായിരുന്നു. ദൈവത്തിന്റെ ദാസനായ മോശെ ആര് കണ്ടിട്ടില്ല? ശലോമോൻ കണ്ടിട്ടില്ല, ദാവീദും കണ്ടിട്ടില്ല, പിന്നെ ദാവീദ് അപ്പൻ ഈശായി കണ്ടിട്ടില്ല, അതിന്മേലായ ബോവസും കണ്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ല. പക്ഷേ മോശയുടെ ദൈവം മോശയെ കൊണ്ടുണ്ടാക്കിയ സമാഗമന കൂടാരം നഷ്ടപ്പെട്ടു. അത് വലിയ വെളിപ്പാടാണ്. നമ്മൾ മരിക്കാം, പ്രാർത്ഥന മരിക്കത്തില്ല. നമ്മൾ മരിക്കാം, സ്തോത്രം മരിക്കത്തില്ല. നമ്മൾ കൂടി സ്തോത്രം മരിക്കത്തില്ല. നമ്മൾ മരിക്കാം, നമ്മൾക്ക് അന്യഭാഷ മരിക്കത്തില്ല. നമ്മൾ മരിക്കാം, നാം ആരെ ദൈവം മരിക്കത്തില്ല. നാം കൊടുത്തിട്ടുള്ള സകല നന്മകൾ മഹത്വമല്ല മോശയുടെ കാലങ്ങളെ പോലെ തന്നെ തലമുറ തലതിക്കുമെങ്കിൽ ആരുന്ന കാലത്ത് ആരാധിപ്പാൻ സ്തോത്രം ചെയ്യുവാനും അധികം സമീപിക്കുമെങ്കിൽ അതേ ദൈവത്തെ അറിയിപ്പാൻ അടുത്തൊരു തലമുറ നാം കാണാത്ത തലമുറ നിൽക്കും. മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, അത് ഞാൻ പിന്നെ പ്രസംഗിക്കാം. മോശയുടെ ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം എവിടെ പോയി? അവരെ ഗിബെയോനിൽ എന്ത് ചെയ്തു? പോയി.
അപ്പോൾ ഇത് അപ്പോൾ പറഞ്ഞു വിട്ടതാണോ? ആണോ? പിന്നെ ആര് പോയതാ? സ്വയം പോയതാ. ഇതാണ് വെളിപ്പാട്. തല്ലിപ്പഴിപ്പിച്ച് വിട്ടതല്ല. ശലോമോനെ ഇത്രയും മഹത്വമാക്കി രാജാവാക്കി മാറ്റിയത് ശലോമോനെ അപ്പ ദൈവത്തെ ആരാധിച്ചതിന്റെ ഗുണം കൊണ്ടാണ്. അതിന് കാരണമുണ്ട്. അന്ന് ഒന്ന് വായിച്ചേ, ആ 100 ഒന്നുകൊണ്ട് വായിച്ചേ. 29 വർഷം 1 അധ്യായം. സ്തോത്രം. നമ്മൾ അതിന്റെ ഒന്നിന്റെ വാക്യം നമ്മൾ നേരത്തെ വായിച്ചതുകൊണ്ട് ഞാൻ ആ വാക്ക് വായിക്കുന്നില്ല. അതിന്റെ 5ാമത്തെ വാക്യം മുതൽ ഒന്ന് വായിച്ച്, അല്ല 10ാമത്തെ വാക്യം. പിന്നെ ദാവീദ് സംസഭയുടെ ഭാഗം 10ാമത്തെ വാക്യം വായിച്ചു. ഞങ്ങളുടെ പിതാവായ ഇസ്രായേലിൻ ദൈവമായ യഹോവേ, നീ എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. യഹോവേ, മഹത്വവും ശക്തിയും തേജസ്സും യശസ്സും മഹിമയും നിനക്കുള്ളത്. സ്വർഗ്ഗത്തിലും ഭൂമിയിലുള്ളതും ഒക്കെയും നിനക്കുള്ളതല്ലോ. യഹോവേ, രാജ്യത്വം നിനക്കുള്ളതാകുന്നു. നീ സകലത്തിലും മീതെ തലവനായിരിക്കുന്നു. ദാനവും ബഹുമാനവും നിന്നിൽ നിന്ന് വരുന്നു. നീ സർവവും ഭരിക്കുന്നു. ശക്തിയും ബലവും നിന്റെ കയ്യിലിരിക്കുന്നു. സകലത്തെയും വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും നിന്റെ പ്രവൃത്തിയാകുന്നു. ആകയാൽ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്ത് നിനക്ക് മഹത്വമുള്ള നാമത്തെ സ്തുതിക്കുന്നു. എന്നാൽ ഞങ്ങൾ ഇങ്ങനെ ഇത്ര മനഃപൂർവ്വമായി ദാനം ചെയ്യേണ്ടതിന് പ്രാപ്തരാക്കുവാൻ ഞാൻ എന്റെ ജനവും എന്തുള്ളൂ. സകലവും നിന്നിൽ നിന്നല്ലേ വരുന്നത്. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തന്നതേ ഉള്ളൂ. ഞങ്ങൾ നിന്റെ മുമ്പാകെ ഞങ്ങളുടെ സകല പിതാക്കന്മാരെയും പോലെ അതിഥികളും പരദേശികളുമാകുന്നു. ഭൂമിയിൽ ഞങ്ങളുടെ ആയുഷ്കാലം ഒരു നിഴൽ പോലെ അത്രേ. ഏതൊരു സ്ഥിരതയും ഇല്ല. ഞങ്ങളുടെ ദൈവമായ യഹോവേ, നിന്റെ വിശുദ്ധ നാമത്തിനായി നിനക്ക് ഒരു ആലയം പണിയുവാൻ ഞങ്ങൾ ശേഖരിച്ചിട്ടുള്ള ഈ സംഗ്രഹമെല്ലാം. എന്റെ മകനായ ശലോമോൻ നിന്റെ കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും പ്രമാണിക്കേണ്ടതിന് പണിയേണ്ടതിനായി ഞാൻ വട്ടം കൂട്ടിയിരിക്കുന്ന മന്ദിരം തീർപ്പാൻ അവയെല്ലാം നിവർത്തിക്കേണ്ടതിനും അവനൊരു ഏകാഗ്ര ഹൃദയം നൽകണമേ. മകന് വേണ്ടി അപ്പനെന്തിയ എന്ത് കൊടുക്കാൻ പറയാണ്? ഹൈ റെസ്പോൺസിബിലിറ്റി അപ്പൻ കൊടുത്തിട്ട് പറയുന്നു, ഇതെല്ലാം ചെയ്യാൻ തക്കവണ്ണം എന്റെ മകൻ എന്ത് കൊടുക്കണം? ഒരു കോൺസെൻട്രേഷൻ മൈൻഡ്, ഒരു ഏകാഗ്രത കൊടുക്കണം. അപ്പൊ ഈ 40 വർഷം അപ്പനായ എനിക്ക് എന്ത് കിട്ടി? ഏകാഗ്രത ഉണ്ടായിരുന്നു. അത് സെയിം ഏകാഗ്രത എന്റെ മകനിലോട്ട് വന്നെങ്കിൽ മാത്രമേ ഈ വലിയ മിഷൻ, ഈ വലിയ ദൗത്യം ചെയ്യാൻ പറ്റൂ. എന്നിട്ട് ദാവീദ് പറഞ്ഞു, എന്റെ കൂടെ കഴിഞ്ഞ 40 വർഷം ഇരുന്ന മഹാദൈവമുണ്ടല്ലോ, മകനെ നിന്റെ കൂടെ ഇരിക്കും എന്ന ഉറച്ച ശബ്ദം ദാവീദ് മകന് കൊടുത്തപ്പോൾ ദാവീദ് ആ വാക്ക്, ശലോമോൻ ആ വാക്കിന് ശിരസ്സ പിടിച്ചെടുത്തു. 2 കാര്യം പറഞ്ഞു, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. 2 കാര്യം. ഒന്ന്, പുള്ളി 1ാമത്തെ കാര്യം പറഞ്ഞ വാക്കിതാകുന്നു, നിനക്ക് എന്ത് വേണം? ഏകാഗ്രത വേണം. 2, നിന്റെ കൂടെ ആര് കാണും? യഹോവ ദൈവം കാണും. ഈ 2 കാര്യം മകന് കൊടുത്തിട്ട് പറഞ്ഞു, നിനക്കൊരു മെഗാ മിഷൻ ഉണ്ട്, യഹോവയുടെ ആലയം പണിയും. ഇതാണ് എന്റെ വാക്യത്തിൽ 2ാമത്തെ ദിനവൃത്താന്തം 2ന്റെ 1 മുതൽ വായിക്കുമ്പോൾ കാണും. ഇനി അതിന്റെ 2 ദിനവൃത്താന്തം 1ാം അധ്യായത്തിന്റെ 6ാമത്തെ വാക്യം. ശലോമോൻ അടുത്ത വാക്യം. ശലോമോൻ അവിടെ യഹോവയുടെ സന്നിധിയിൽ സമാഗമന കൂടാരത്തിലെ താമ്രയാഗപീഠത്തിങ്കൽ അതിന്മേൽ 1000 ഹോമയാഗം കഴിച്ചു. നോക്കണം, ഗിബെയോനിൽ പോയിട്ട് മോശെയുടെ പണിയപ്പെട്ട ആ യാഗപീഠം എന്തായില്ല? പൊളിഞ്ഞു പോയില്ല. ആ യാഗപീഠം അവിടെ തന്നെ, അതേപോലെ ബാക്കി സ്തോത്രം നീത്തില്ല, പൊളിയത്തില്ല, ആരാധന പൊളിയത്തില്ല, അന്യഭാഷ പൊളിയത്തില്ല. എത്ര തലമുറ മാറി വന്നാലും അതവിടെ തന്നെ കാണും. അതാണ് അബ്രഹാം ലൂസിൽ പോയിട്ട് അതിന് ബദലാക്കിയിട്ടാണ് ആര് പോയത്? പറഞ്ഞ അല്ല, അബ്രഹാം പോയത്. ഇസഹാക്കും അങ്ങോട്ട് വന്നു. പക്ഷേ ഇസഹാക്കിന്റെ കാലത്ത് എന്ത് ചെയ്തു? പണിയാൻ തക്കവണ്ണം കൂട്ടാക്കിയില്ല. വീണ്ടും
ഈ സ്ഥിരമായിട്ട് ആ വാക്ക് പറയാത്തത് കൊണ്ട് ബേതേൽ വീണ്ടും എന്തായി മാറി? ആദ്യം അപ്പൻ വന്ന് എന്ത് ചെയ്യുക? ബേതേലാക്കിയിട്ട് പോയി വലിയപ്പൻ. പക്ഷെ തിരിച്ച് ഇസഹാക്കിന്റെ കാലം വന്നപ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യുക? ബേതേലിന്റെ പേര് പറയാമായിരുന്നു. പുള്ളിക്ക് അതൊന്നും സമയമില്ല. പുള്ളിക്ക് എപ്പോഴും എന്ത് ചെയ്യണം? വേറെ ലെവൽ ചിന്തിച്ചു പോയി. എന്നാൽ മൂന്നാം തലമുറക്കാരുടെ കാലം വന്നപ്പോൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ചാടി കിട്ടി സ്വപ്നം, എടുത്തു തീരുമാനം, പേരിട്ടു, തിരിച്ച് റീസെറ്റ് ചെയ്തു. അത് ഇന്ന് വരെയും ബദൽ തന്നെ ന്യൂസിനെ കേൾപ്പിച്ചില്ല. സബ്ജക്റ്റാണ്, പക്ഷേ വിഷയം ഇവിടെ വന്നത് പറയാം. അതുകൊണ്ടാണ് മോശ പണിയപ്പെട്ട യാമകുടം നഷ്ടപ്പെട്ടില്ല. അത് ഗിബെയോനിൽ ഉണ്ടായിരുന്നു. അത് അപ്പനായ ദാവീദ് അത് പരിപാലിച്ചു. ശലോമോൻ മനസ്സിൽ അവിടെ നിന്നാകുന്നു എൻ്റെ അപ്പന് ഊർജം കിട്ടിയതാണ് അപ്പൻ 40 വർഷം രാജാവായത്. എനിക്കും ആ ഊർജം ലഭിക്കണമെങ്കിൽ രാജസിംഹാസനത്തിൽ ഇരുന്ന സമയത്ത് ഓടി ഇവിടെ പോണം, ഗിബെയോനിൽ പോണം. അതാ ഓടി വന്നത്. എന്നിട്ട് 1000 കാള വെച്ചത് ചെയ്തു, യാഗം കഴിച്ചു. യാഗം കഴിച്ചപ്പോൾ യഹോവയ്ക്ക് എന്തോ തോന്നി? ഒരാമയും പറഞ്ഞാട്ടെ. ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടെത്താം. എന്താ? നമുക്ക് എത്ര ഉയർച്ച വന്നാലും ആലയത്തെ എന്ത് ചെയ്യുന്നത് കേട്ടോ സമയം? എത്ര ഉയർച്ച വന്നാലും ആലയത്തെ മറക്കുന്നത്. അപ്പൻ ദശാംശം കൊടുത്തതുപോലെ മകൻ എന്ത് ചെയ്യണം? ദശാംശം കൊടുക്കണം. അപ്പൻ എന്ത് ചെയ്തു അത് മൊത്തം മകൻ ചെയ്യണം. അങ്ങനെ ചെയ്ത കഴിഞ്ഞാൽ 40 വർഷം അപ്പനെ പോലെ തന്നെ ആ കസേരയിൽ പിടിച്ചു നിർത്തും. ഞാൻ പലപ്പോൾ ദുഃഖത്തോടെ ആ വാക്കെടുക്കാറുണ്ട്, ചിന്തിക്കാറുണ്ട്. അപ്പനെടുത്ത് വെച്ച ബൈബിൾ എടുക്കാൻ ആരില്ല. ഞാൻ എൻ്റെ അപ്പൻ്റെ ബൈബിൾ കൊണ്ടാണ് ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ പോകുന്നത്. അതിപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പൻ്റെ ബൈബിൾ എടുക്കാൻ ഒരു തലമുറ ഉണ്ടാകും. അവിടെ ഈ ശലോമോൻ ചെയ്തത് അപ്പൻ ചെയ്തുപോലെ ചെയ്ത്, അല്ലാതെ അവന് സ്വയം ചെയ്യാൻ അറിയത്തില്ല. അവന് കുഞ്ഞുനാൾ പോലും കണ്ടു കേട്ടു മനസ്സിലാക്കി അവനത് ഫോളോ ചെയ്തു. അത് ഓർത്തോണം. മുട്ടുകാരന് പ്രാർത്ഥിക്കുന്ന ആര് കാണണം? കർത്താവിന്റെ ആലയത്ത് ഓടുന്ന കാര്യം കുഞ്ഞുങ്ങൾ കാണണം. കർത്താവ് വിലയ്ക്ക് വേണ്ടി ചെലവിടുന്ന കാര്യം ആര് കാണണം? കുഞ്ഞുങ്ങൾ കാണണം. നമ്മൾ എന്ത് ചെയ്തു അത് മാത്രമേ കുഞ്ഞ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഞാൻ അതിന്റെ സബ്ജക്റ്റ് മാറിപ്പോകാതിരിക്കുന്നപ്പോൾ ഞാൻ സൂക്ഷിക്കട്ടെ. അടുത്ത വാക്യം, 7ാമത്തെ വാക്യം. 7ാമത്തെ വാക്യം. അന്ന് രാത്രി നോക്കട്ടെ. എന്ത് രാത്രി? യാഗപീഠം പറഞ്ഞതല്ല, യാഗം കഴിച്ച അന്ന് രാത്രി. അപ്പൊ ഇന്ന് രാത്രി ഓർത്തെ, ഇന്ന് നമ്മൾ ആരാച്ച് വിടുതലെടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ചില സ്വപ്നങ്ങൾ ഇന്ന് കാണിക്കും. വിശ്വസിക്കാമോ? കാലം പഠിച്ച് സ്വന്തം വിശ്വസിക്കാമോ? യാഗപീഠം പണിത് 1000 കാലത്ത് യാഗം കഴിച്ച അന്ന് രാത്രിയിൽ പരിശുദ്ധ ദൈവം ആ ശബ്ദം സംസാരിപ്പോൾ ഇറങ്ങി വന്നു. കാലം പഠിച്ചാൽ പറഞ്ഞാൽ ദൈവത്തിന്റെ യോഗമുള്ള കാര്യങ്ങൾ, ദൈവത്തെ പ്രസാദമുള്ള കാര്യങ്ങൾ, ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നാം ചെയ്യുന്നുവെങ്കിൽ അത് നമുക്ക് വേണ്ടി ദൈവം ചില കാര്യം ചെയ്തിരിക്കും. ഒരു കാര്യം കിടപ്പുണ്ട്. ഞാൻ രാവിലെ ദൈവാസം പ്രസംഗിച്ച വാക്യം തോന്നി വന്നു. 105-ാം സങ്കീർത്തനം 105-ാം സങ്കീർത്തനം 16-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 105-ാം സങ്കീർത്തനം 16-ാമത്തെ വാക്യം. എനിക്ക് ഒരു പദം കിടപ്പുണ്ട്. അവർ ചോദിച്ചതിനെ ദൈവം അവർ കൊടുത്തു, പക്ഷെ അവരുടെ പ്രാണന് എന്ത് വന്നു? പരാജയം വന്നു എന്നൊരു പ്രാൺ നഷ്ടം വന്നൊരു വാക്കിടപ്പുണ്ട്. ആ വാക്യം ഒന്ന് കണ്ടിരിക്കാമോ? 105-ന്റെ 16-ാമത്തെ വാക്യമാണോ? ഹല്ലേലൂയ, സ്തോത്രം.
അവിടെ വാക്കിതാണ്, അവർ ചോദിച്ചതിനെ മുഴുവനും അവർക്ക് ദൈവം കൊടുത്തു. പക്ഷേ അത് പ്രാണൻ എന്ത് വന്നു, അത് പ്രശ്നം വന്നു, അല്ലെങ്കിൽ പ്രാണന്റെ നഷ്ടം വന്നു എന്നൊരു പദം കിടപ്പുണ്ട്. ഓക്കെ, ഞാൻ ആ വാക്യം എൻ്റെ മനസ്സിൽ നിന്ന് റെഫറൻസ് മാറിപ്പോയതായിരിക്കാം, ഞാൻ കുറിച്ച് വെച്ചിട്ടില്ലായിരുന്നു. എങ്കിലും നിങ്ങൾക്ക് ആ ദൂത് മനസ്സിലാകുന്നുണ്ടോ? അവർ ചോദിച്ച്, ഞാൻ ആ വാക്യം എടുത്തരാം. അവർ ചോദിച്ചതിനെ അവർക്ക് ദൈവം എല്ലാ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ മൊത്തം ദൈവം കൊടുത്തു. പക്ഷെ അത് എന്തായി വന്നു, അവരെ പ്രാണന് അത് ആപത്തായിട്ട് അത് ഇത് വന്നു. അപ്പൊ ആ വാക്കിനകത്ത് ചോദിച്ചതെല്ലാം തരാതിരിക്കണമെന്നും പ്രാണന് ദോഷം വരുന്ന ഒരു നന്മകൾ എന്ത് ചെയ്ത് വേണ്ട എന്ന് വെക്കണം എന്ന പദമാണ്. ഞാൻ അതിനെ എൻ്റെ ചിന്തയിൽ നിന്ന് മാറിപ്പോയി തോന്നുന്നു. ഞാൻ ഒന്നുകൂടി എടുത്ത് ഞാൻ അത് എടുത്ത് ആ വാക്കാൻ വിളിച്ചിട്ട് ഒരു സ്വന്തം പറഞ്ഞ സമയത്ത് അന്ന് രാത്രി ദൈവം ശലോമോന് പ്രത്യക്ഷനായി. അവനോട് എത്ര വായിച്ചു 106-ന്റെ 15 വാക്യം. അവൻ അപേക്ഷിച്ചതിന് അവർക്ക് കൊടുത്തു. അവരുടെ പ്രാണൻ എന്ത് വന്നു കേട്ടോ? 106-ന്റെ ഓക്കെ, താങ്ക് യു. ദൈവം ചെയ്യട്ടെ. അപ്പോൾ ദൈവം നമുക്ക് ചോദിക്കുന്ന എല്ലാം തന്നാൽ അവിടെ ഒരു വാക്ക് തിരുത്തി പറയണമെന്നാണ് ദൈവസഭ വാക്ക്. എന്താ പറയുക വാക്ക്? എന്റെ പ്രാണന് ദോഷം വരുത്തുന്ന, എന്റെ ശുശ്രൂഷയ്ക്ക് ദോഷം വരുത്തുന്ന, എന്റെ കുടുംബത്തിന് ദോഷം വരുത്തുന്ന, എന്റെ ആത്മീയതയ്ക്ക് ദോഷം വരുത്തുന്ന ഒരു ഉയർച്ചയും വരരുത് എന്ന് വേണം പ്രാർത്ഥിച്ചു വാങ്ങാൻ. ചിലത് ഓർക്കാതെ എന്ത് ചെയ്യും? ചോദിക്കും. എനിക്ക് പേര് പറയണമെന്നുണ്ട്, പക്ഷെ ഉള്ളല്ല വരുന്നുണ്ട്. ഞാൻ ആ പേര് പോകില്ല. സ്വന്തം ചോദിക്കുന്ന എല്ലാ കാര്യം ദൈവം അങ്ങനെ കുറച്ച് ധാരാളം കൊടുക്കും. പക്ഷെ പിന്നെ വേണ്ടായിരുന്നു എന്ന് വെക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇടയ്ക്ക് ഒരു ക്ലൂ ഇട്ട് പറഞ്ഞത്. എന്താ വെച്ചാൽ പറയണ്ടേ? എന്റെ പ്രാണന് ദോഷം വെച്ചത് ഈ ഇതിന്റെ പുറകെ സൈഡ്, നമ്മുടെ ഈ ബിൽഡിങ്ങിന്റെ തൊട്ട് പുറകിൽ വയലാണ്. നമ്മുടെ അതിന്റെ കരയിൽ ആ വിശ്വത്രം നമ്മുടെ ഈ ദേവസ്വലയിൽ പോയി ഇറങ്ങി വൈകുന്നേരം കയറുന്ന സമയം ലേഡീസ് ആയിട്ട് ഒരു വീട് പണിതുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തൊട്ടടുത്ത് ഒരു അമ്മച്ചിയുടെ കഴുത്തിൽ ഒരു ചെറിയ ഒരു മാല കിടപ്പുണ്ടായിരുന്നു. ആ മാല കിടക്കുന്ന ആ മാലയെ ഒരു ബംഗാളി എന്ത് ചെയ്യാൻ നോട്ടം കിട്ടും. ഈ അമ്മച്ചിയാണ് അവർക്ക് ആ വെള്ളം കൊടുക്കുന്നതും ചെറിയ സ്നാക്സ് കൊടുക്കുന്നത്. അപ്പച്ചൻ അമ്മച്ചിയുടെ താമസമുള്ളൂ. ഈ ബംഗാളികൾ അവിടെ വന്ന് നോക്കിയിട്ടിട്ട് അതിൽ ഒരു ബംഗാളി ആ അമ്മയെ കൊന്നിട്ട് ആ ചെറിയൊരു നൂല് പോലത്തെ ഒരു മാല എടുത്തോണ്ട് അവൻ നാട്ടിലേക്ക് പോയി പൊക്കി പിടിച്ചു സ്വന്തം. അപ്പൊ ഞാൻ പറഞ്ഞ അർത്ഥം എന്ന് പറഞ്ഞാൽ ചില നന്മകൾ വരുമ്പോൾ അത് ആരായി മാറുന്നു, അതിനപ്പുറം ഒരു മരണം കൂടി കയറി വരികയാണ് സ്വന്തം. അതുകൊണ്ടാണ് നിങ്ങൾ നമ്മൾ ഭയത്തോടെ പ്രാർത്ഥിക്കേണ്ട വാക്ക്, എന്റെ പ്രാണന് ക്ഷണം വരുന്ന, എന്റെ ആത്മീയതയ്ക്ക് ക്ഷണം വരുന്ന, എന്റെ ശുശ്രൂഷയ്ക്ക് ക്ഷണം വരുന്ന, എന്റെ കുടുംബജീവിതത്തിൽ ക്ഷണം വരുന്ന, എന്റെ കുഞ്ഞുങ്ങൾക്ക് ക്ഷണം വരുന്ന ഒരു ഉയർച്ചകൾ വരുന്നേ എന്ന് വേണം പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം. അങ്ങനെ ഒരു പ്രാർത്ഥന ആരും പ്രാർത്ഥിച്ചില്ല. ശലോമൻ അത് തനിക്ക് എന്തായി? ഒരെണ്ണം തന്റെ ആത്മീയതയ്ക്ക് എന്ത് വന്നു? പണ്ട് യാഗം കഴിച്ച് നടന്നവൻ പിന്നെ യാഗം കഴിക്കുവാൻ മറന്നുപോയി. പണം വന്നപ്പോൾ, പ്രതാപം വന്നപ്പോൾ ആദ്യമായിട്ട് മൈൻഡിൽ നിന്ന് കൈവിട്ട് പോയി. അത് വരുന്നത് വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ അവന്റെ പേര് ഇല്ലാതെ പോയി. അത് വരുന്നത്. അതുകൊണ്ട് വളരെ പരിജ്ഞാനത്തോട് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. നമ്മൾ ഈ പ്രാർത്ഥിക്കുമ്പോൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും ആരെങ്കിലും ഒന്നും ആന്റി അച്ഛാ എനിക്ക് ഇന്ന വിഷയം പ്രാർത്ഥിക്കണം പറയുമ്പോൾ ഇങ്ങനെ കർത്താവ് തിരുഹിതമെങ്കിൽ ആ വിഷയത്തെ നിവർത്തിച്ചു കൊടുക്കണമേ എന്ന് പറയാവും. അല്ല നമ്മളിനെ പിടിച്ചു വെച്ചങ്ങ് പ്രാർത്ഥിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് പിടിച്ചാൽ കൊടുക്കും. പക്ഷെ പിന്നെ അതിന് കുറെ വന്ന പുരുഷത്തുകൾ ഫലമാണ്. അത് വരാതിരിക്കാനാണ് ഞാൻ ആ വാക്ക് ഉറപ്പിച്ച വാക്ക്. ഇനി ആ വാക്ക് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാം. അന്ന് രാത്രി ദൈവം ശലോമോന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ നിനക്ക് എന്ത് തരയണം ചോദിച്ചു കൊടുക്കാം. എന്റെ അപ്പനായ നോക്കൂ, മകന് നല്ല ബോധ്യമുണ്ട് എന്റെ അപ്പൻ ആരാണ്. സ്വതന്ത്രം പറയാം. അത് പറയാനാണ് 29 ഒന്നാമത്തെ വാക്യം വായിച്ചത്. 1 ദിനവൃത്താന്തം 29 വായിക്കുന്നത്.
ദാവീദ് രാജാവ് സർവ്വസഭയോടും പറഞ്ഞത്, ദൈവം തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ മകൻ ശലോമൻ ചെറുപ്പവും ഇളം പ്രായവുമാണ് പ്രവൃത്തി വരുന്നത്. പണ്ട് അപ്പൻ പറഞ്ഞു. 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം മുതൽ 2 മുതൽ 7 മുതൽ പറയുന്നു, എന്റെ അപ്പൻ പണ്ട് പറഞ്ഞു എന്റെ മകൻ, ഇപ്പൊ പറഞ്ഞു എന്റെ അപ്പൻ. ഒന്ന് സ്വന്തം പറഞ്ഞേ. എന്ത് രസമല്ലേ ആ പദം പറഞ്ഞപ്പോ അല്ല അശോക് അങ്ങനെയല്ലേ നമ്മൾ പറയണ്ടേ? എന്റെ ആദ്യം എന്റെ അപ്പൻ നല്ല മക്കൾ പറയേണ്ടത് എന്റെ പറ, കല്യാണം കഴിക്കേണ്ടത് പറ. സ്വന്തം ഇപ്പൊ പ്രാക്ടീസ് സ്വന്തം എന്റെ മകൻ. എന്റെ അപ്പൻ സർവസഭ വെച്ച് പറഞ്ഞു. അതേ സഭയുടെ മുമ്പ് വെച്ച് മകൻ പറയാണ് എന്റെ അപ്പൻ. അതോ എന്റെ വാക്കുകളുടെ ബന്ധം കണ്ടോ? ഇത് ദൈവത്തെ ആരാധിക്കുന്നത് മാത്രമേ ഇരിക്കുന്നു. സ്വന്തം പറഞ്ഞേ, മാത്രം സ്വന്തം പറഞ്ഞാൽ മാത്രമേ പോരാ. ക്ഷണത്തോടെ എന്റെ മകൻ എന്ന് 29:1 പറയുമ്പോൾ അവൻ 2-1 7-ാമത്തെ വാക്യം പറയുന്നു, എന്റെ അപ്പൻ വായിച്ചു. എന്റെ അപ്പൻ അപ്പനായ ദാവീദിനോട് നീ മകോദയ കാണിച്ച് അവന് പകരം എന്നെ മകൻ അറിയാം. ഔദാര്യം. ഇത് ശരിക്കും നന്ന് പ്രസംഗിച്ച് നമുക്ക് കർത്താരംഭിച്ചാൽ എല്ലാവരും കൂടുന്ന ഒരു ദിവസം ആ വെളിപ്പാട് കുഞ്ഞുങ്ങളെ എല്ലാവരും വരുമ്പോഴേ നമുക്കൊരു ശാപം എടുക്കാം. അത് എങ്ങനെയല്ലേ? സ്വന്തം പറ. രണ്ട് മക്കൾ വരുമ്പോൾ അങ്ങനെ പറ. അത് പേര് പറഞ്ഞോളൂ. എന്റെ 2 മക്കൾ പറയട്ടെ, എന്നിട്ട് വേണം മാസം പ്രസംഗിക്കാതെ സ്വന്തം. അപ്പൊ ഞാൻ പറഞ്ഞ അർത്ഥം എന്റെ മകനെന്ന് ഇപ്പോൾ അന്ന് പറഞ്ഞപ്പോൾ 1-ാം അധ്യായത്തിൽ 7-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, എന്റെ അപ്പനെന്ന് അവൻ മകൻ പറയുന്നു. എന്റെ അപ്പനായ ദാവീദിനോട് യഹോവ മഹാദയ കാണിച്ച് അവന് പകരമായി എന്റെ രാജാവാക്കി മാറ്റി. ഇന്ന് രാവിലെ നഷ്ടപ്പെടുന്ന തലമുറയല്ല നമ്മുടെ തലമുറ, അന്യപ്പെടുന്ന തലമുറയല്ല നമ്മുടെ തലമുറ. അപ്പനോട് അമ്മയോട് ദയ കാണിച്ചവരായ ഒരു മഹാ ദൈവത്തിന്റെ നമ്മുടെ തലമുറയോട് ദയ കാണിക്കുന്നുണ്ട്. ഈ രാവിലെ ഈ വർഷത്തിന്റെ ഈ പ്രഭാതത്തിൽ നമുക്ക് ആത്മാവ് പറയാ, ഇനി പരാജയമല്ല, ഇനി നഷ്ടമല്ല, ഇനി നഷ്ടമല്ല, വിജയിച്ചു കയറത്തേയുള്ളൂ, അത്ഭുതങ്ങളുടെ ഘോരത്തുള്ളൂ. അവൻ അപ്പനെ കൈവിടാത്ത മകാദൈവം എന്റെ കൈവിടില്ല എന്ന് ഉറച്ച വിശ്വാസമുണ്ട്. ഒന്ന് വായിച്ചു നിർത്തിയാണ്. വായിച്ചു നിർത്തി 3-ാമത്തെ വായിച്ചു. അതെ വായിച്ചു. ആകയാൽ എന്റെ അപ്പനായ ദാവീദിനോടുള്ള നിന്റെ വാഗ്ദാനം നിവൃത്തിയായി വരുമാറാകട്ടെ. ഭൂമിയിലെ പൊടി പോലെ അസംഖ്യമായുള്ള ജനത്തിന് നീ എന്നെ രാജാവാക്കിയിരിക്കുന്നുവല്ലോ. നമുക്കിത് പകർത്താം. എന്റെ അപ്പനോട് പറയുന്നതായ വാഗ്ദത്തം എന്നോട് ഓർക്കണം. ഭൂമിയിലെ പൊടി പോലെ അസംഖ്യ ജനത്തിന് എന്നാക്കി രാജാവാക്കി. ഇനി നിങ്ങൾ 3-ാമത്തെ സങ്കീർത്തനം ഒന്ന് പറഞ്ഞു നോക്കി. ഇനി ഈ വാക്യത്തൊന്ന് വായിച്ചേ. 9-ാമത്തെ വാക്യം. എന്റെ അപ്പനായ ദാവീദിനോടുള്ള നിന്റെ വാഗ്ദാനം നിവൃത്തിയായി വരുമാറാകട്ടെ. ഭൂമിയിലെ പൊടി പോലെ അസംഖ്യമായുള്ള ജനത്തിന് നീ എന്നെ രാജാവാക്കിയിരിക്കുന്നുവല്ലോ. മനസ്സിലായ മതി. 3 വാക്യം ഓർത്തോണം. എത്രത്തോളം എത്ര അസംഖ്യ പ്രശ്നങ്ങൾ, എണ്ണം പറ്റാത്ത പ്രശ്നങ്ങൾ. ഇപ്പോൾ എണ്ണാൻ പറ്റാത്ത ജനത്തിന് അതുകൊണ്ട് ഈ വരുന്നതൊന്നും വഴി തങ്ങണ്ട കേട്ടോ. എല്ലാം വരട്ടെ, എല്ലാം വരട്ടെ, എല്ലാ പ്രശ്നങ്ങളും അത് കേട്ടെ. പക്ഷേ തിരിച്ച ദൈവം മടക്കിയ തലമുണ്ട്. അസംഖ്യ നന്മകൾ, പൊടിപോലെ അസംഖ്യ നന്മകൾ. അല്പനിമിഷം കരമടിച്ചു തന്റെ ഭാഷയിൽ തന്നെ